നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ഗോപൻ സ്വാമി സമാധിയായി. ഒരാഴ്ച മുൻപ് നെയ്യാറ്റിൻകരയിൽ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടതോടെ ഉയർന്നു വന്ന സമാധി വിവാദത്തിന് കല്ലറ തുറന്നതോടെ ഏറെക്കുറെ പരിസമാപ്തി. കല്ലറയിലെ മൃതദേഹം ഗോപന്റെ തന്നെയാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആ പ്രശ്നം അവസാനിച്ചു. പിന്നാലെ ഗോപൻ എങ്ങനെയാണ് മരിച്ചതെന്ന് കണ്ടെത്താനുള്ള പോസ്റ്റ്മോർട്ടം നടന്നു. ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് കൈമാറിയിട്ടുണ്ട്. പ്രാഥമിക പരിശോധനയിൽ അസ്വാഭാവികത കണ്ടെത്താനായില്ലെന്നാണ് സൂചന. വിശദമായ പരിശോധനാ ഫലത്തിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത കൈവരൂ. സ്ലാബ് തട്ടി 4 സൈഡും തട്ടിയിട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാരും ജനപ്രതിനിധികളുമായിട്ട് ഇതിനെ സ്ലാബ് എടുത്ത് താഴെ വെച്ചു. മുകളിലത്തെ സ്ലാബ്. ആ സ്ലാബ് എടുത്ത് വെക്കുമ്പോഴേക്കും ഞാനും ഈ കുഴിയിലേക്ക് എത്തി നോക്കിയായിരുന്നു. കുഴി ഇല്ല, ഈ കെട്ടി നോക്കിയായിരുന്നു. അപ്പോൾ കണ്ടത് തുണി പുതച്ചിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് ഭസ്മവും മറ്റു കാര്യങ്ങളും കഴുത്തിൻ്റെ അളവോളം ഉണ്ടായിരുന്നു. പിന്നെ സ്മെല്ല്, ഗന്ധം, കർപ്പൂരത്തിൻ്റെ ഗന്ധം കൂടി എനിക്ക് അനുഭവപ്പെട്ടു. അതായത് ഈ മൃതദേഹത്തിൽ നിന്ന് ഈ കർപ്പൂരം, ഈ സുഗന്ധദ്രവ്യങ്ങൾ ഉണ്ടായിരുന്നു. വേറെ സുഗന്ധദ്രവ്യം എന്ന് പറയുന്നത് ഭസ്മം, വെള്ള കളറുള്ള ഭസ്മമാണ് ഞാൻ കാണുന്നത്. കണ്ണ് നീറ്റലുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലായി കർപ്പൂരത്തിൻ്റെ ഗന്ധവും ഉണ്ടായിരുന്നു. അതുകൊണ്ട് കർപ്പൂരം അലിഞ്ഞ് ഇതിൽ ചേർന്നിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ഈ അല്ലാതെ ഒരാഴ്ച കഴിഞ്ഞ മൃതദേഹത്തിന് സംഭവിക്കേണ്ട ഒരു ജീർണാവസ്ഥയൊന്നും കണ്ടില്ല. കഴുത്തിന് മേളിൽ വാ തുറന്നിരിക്കുകയും ഈ തുറന്ന ഉടനെ ഈ മുകളിൽ കൂടി ഭസ്മമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ കാണുന്നത് കഴുത്തിന് കീഴെയാണ് കട്ടയ്ക്ക് കാണുന്നത്. മറ്റേ എനിക്ക് ആളിനെ നേരത്തെ അറിയാവുന്നുള്ളത് കൊണ്ട് ഇത് ഗോപൻ സ്വാമിയാണെന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായി. രാവിലെ നെയ്യാറ്റിൻകര ആറാലുമുട്ടിലെ വീട്ടിലെ കല്ലറ തുറന്ന് പുറത്തെടുത്ത മൃതദേഹം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഗോപൻ സ്വാമിയുടെ സമാധി സ്ഥലം പൊളിച്ച് പരിശോധന നടത്താമെന്ന ഹൈക്കോടതി ഉത്തരവ് വന്നതിന് പിന്നാലെ ജില്ലാ ഭരണകൂടം നടപടികൾ വേഗത്തിലാക്കുകയായിരുന്നു. കുടുംബത്തിന്റെ സഹകരണത്തോടെയാണ് നടപടികൾ പൂർത്തിയാക്കിയതെന്ന് സബ് കളക്ടർ മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന്റെ അന്വേഷണവും ബാക്കി കാര്യങ്ങളും പോലീസും അതുമായിട്ട് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിന്റെ ഒരു പൂർത്തിയാക്കിയതിനു ശേഷം നമ്മൾ ബോഡി കുടുംബക്കാർക്ക് വിട്ടുകൊടുക്കുന്നതായിരിക്കും. മക്കൾ പറഞ്ഞതനുസരിച്ച് സമാധിയായ രീതിയിൽ തന്നെയായിരുന്നു മൃതദേഹം? ഇല്ല, അതൊക്കെ നമ്മുടെ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് വഴി അറിയിക്കും. പോസ്റ്റ്മോർട്ടം നടപടികൾ ഉടൻ തുടങ്ങും. പോസ്റ്റ്മോർട്ടം നടപടികൾ നമ്മൾ ചെയ്യും. അതിനുശേഷം നമ്മൾ ബോഡി വീട്ടുകാർക്ക് വിട്ടുകൊടുക്കും. മൃതദേഹം തീർത്തും ജീർണിച്ച അവസ്ഥയിലായിരുന്നു? ഇല്ല, അതൊക്കെ നമ്മൾ അന്വേഷണത്തിന്റെ ഭാഗമാണ്. അതൊക്കെ പോലീസ് അവരുടെ റിപ്പോർട്ടിന്റെ ഭാഗമാണ്. അതൊക്കെ അവർ അന്വേഷണത്തിന് ശേഷം അറിയിക്കുന്നത്. വീട്ടുകാരുടെ കൂടി സഹകരണത്തോടെയായിരുന്നു സ്ലാബ് പൊളിക്കൽ നടപടി? വീട്ടുകാരോട് നമ്മൾ സംസാരിച്ചിരുന്നു. നമ്മൾ അതിന് മുന്നേ സംസാരിച്ചിരുന്നു, അതിനുശേഷം സംസാരിച്ചിരുന്നു. ഞാനും ഡിവൈഎസ്പി ഉണ്ടായിരുന്നു. നമ്മൾ അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിനുശേഷം അവരവിടെ വരുവാണെങ്കിൽ നമ്മൾ ബോഡി വിട്ടുകൊടുക്കുമ്പോൾ എങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെയും 2 പ്രാവശ്യം അവരോട് സംസാരിച്ചിരുന്നു. അവരൊക്കെ ആയിരുന്നു? നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പം അവരെ പരമാവധി പറഞ്ഞ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതിന് ശേഷമാണ് ബാക്കി കാര്യങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ഇല്ല, ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാം നിയമപരമായിട്ടായിരുന്നു. പോലീസ് ഇന്ന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും എല്ലാം ഇന്ന് നിയമപ്രകാരം തന്നെയാണ് ചെയ്തത്. മറ്റ് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അടുത്ത കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് നമുക്കൊരു പ്രാഥമികമായിട്ടുള്ള ഒപ്പീനിയൻ കൊടുക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് അല്ലേ? അത് പോലീസ് അറിയിക്കും. അത് അന്വേഷണമായിട്ട് പോലീസ് മുന്നോട്ട് പോയിട്ട് ബാക്കി കാര്യങ്ങൾ പോലീസ് അറിയിക്കുന്നതായിരിക്കും. നെയ്യാറ്റിൻകരയിൽ നിന്ന് ഡാൻ കുര്യനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് വി വിനോദും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ, ഒരാഴ്ചയോളം ഗോപൻ സ്വാമിയുടെ കുടുംബത്തിനെ സംശയനിഴലിൽ നിർത്തിയൊരു വിവാദമായിരുന്നു ഈ സമാധി കേസ്. ഏറ്റവും ഒടുവിൽ ഈ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. അത് പ്രാഥമികമായി കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നു. ഈ വിവാദം, ഈ സമാധി വിവാദം പൂർണ്ണമായും അവസാനിച്ചു എന്ന് പറയാൻ കഴിയുമോ ഡാൻ? പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം അസ്വാഭാവികത ഇല്ല എന്ന് പറയുന്നത് ശരീരത്തിൽ മറ്റ് മുറിവുകളോ അല്ലെങ്കിൽ അദ്ദേഹം അപായപ്പെട്ടിരിക്കാനുള്ള സാധ്യതകളൊന്നും ഇല്ല, അല്ലെങ്കിൽ അപായപ്പെടുത്താനുള്ള സാധ്യത, അങ്ങനെയുള്ള സാധ്യതകളൊന്നും പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ ഇൻക്വസ്റ്റ് നടപടികളടക്കം അങ്ങനെയുള്ള സാധ്യതകളൊന്നും ഇല്ല എന്ന് മാത്രമേ സ്ഥിരീകരിച്ചിട്ടുള്ളൂ. ഇനി വ്യക്തത വരാനായി 2 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ കുടുംബം ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ആരോപണങ്ങളും ഉയർന്നു തുടങ്ങിയപ്പോൾ മുതൽ നെയ്യാറ്റിൻകര CI ഉൾപ്പെടെയുള്ള പോലീസ് സംഘത്തിന് നൽകിയ മൊഴി അനുസരിച്ച് അദ്ദേഹം സമാധിയാകാൻ പോവുകയായിരുന്നു എന്ന കാര്യം
ഈ മരണം സംഭവിക്കുന്ന കഴിഞ്ഞ വ്യാഴാഴ്ചയ്ക്ക് 3-4 ദിവസം മുമ്പ് തൊട്ട് തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടേയിരിക്കുകയായിരുന്നു. ദിവസവും 3 ഇഡലികൾ വീതം രാവിലെ ഭക്ഷണം കഴിച്ചിരുന്ന അദ്ദേഹം ഈ അവസാന ദിവസം, അതായത് ഈ വ്യാഴാഴ്ച ആയപ്പോഴത്തേക്ക് കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അളവൊക്കെ വളരെ കുറച്ചു. അദ്ദേഹം സമാധിയിലേക്ക് അടുക്കുകയാണ് എന്ന മുന്നറിയിപ്പ് നൽകിയതിനു ശേഷം അദ്ദേഹം തന്നെ മാസങ്ങൾക്ക് മുമ്പ് ഈ മൈലാടി എന്ന കന്യാകുമാരിക്ക് അടുത്തുള്ള മൈലാടി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് വാങ്ങി ഈ വീടിന്റെ പരിസരത്ത് കൊണ്ട് വെച്ചിരുന്ന ഈ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ വലതുവശത്തായിട്ട് പ്രത്യേകം തയ്യാറാക്കിയ ഒരു സമാധി പീഠമുണ്ടായിരുന്നു. ആ പീഠത്തിലേക്ക് അദ്ദേഹം തന്നെ കടന്ന് ഇരിക്കുകയും അവിടെ ഇരുന്ന് അദ്ദേഹം സമാധിയാകുകയുമായിരുന്നു എന്നാണ് ഈ കുടുംബം പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. അവിടെയാണ് ചില അവ്യക്തതകൾ ഇപ്പോഴും തുടരുന്നത്. ആ അവ്യക്തതകൾ നീക്കണമെന്നുണ്ടെങ്കിൽ ഈ മൃതദേഹം വിശദമായ പോസ്റ്റ്മോർട്ടം പരിശോധനയിലൂടെ അദ്ദേഹത്തിന്റെ ശ്വാസകോശമടക്കം എല്ലാം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും. ആ പരിശോധനകളിലൂടെ ആ പറഞ്ഞിരിക്കുന്ന മൊഴിയിൽ വസ്തുത എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത കൈവരും. ഒരു വ്യക്തിക്ക് അയാളുടെ മരണം ആത്മഹത്യ അല്ലാതെ സ്വാഭാവികമായി സംഭവിക്കുന്ന മരണം മുൻകൂട്ടി അറിയാൻ കഴിയുക എന്നൊക്കെ പറഞ്ഞാൽ അത് പുരാണങ്ങളിലൊക്കെ മാത്രം കേട്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അങ്ങനെ ഒരു കാര്യം ഒരു വ്യക്തിക്ക് എങ്ങനെ മനസ്സിലാക്കാൻ കഴിഞ്ഞു? തന്റെ ജീവൻ അവസാനിക്കാൻ പോവുകയാണെന്ന കാര്യം, അതിലാണ് ഒരു അവ്യക്തത നിലനിൽക്കുന്നത്. അതിലെ അവ്യക്തത നീക്കണമെന്നുണ്ടെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാകണം, വരണം. അതോടൊപ്പം തന്നെ ഈ 3 പേരെ ഇനി ഒറ്റയ്ക്കൊറ്റയ്ക്കും ഒരുമിച്ചിരുത്തിയും മൊഴിയെടുക്കേണ്ട സാഹചര്യം, ചോദ്യം ചെയ്യലിന് സമാനമായ തരത്തിൽ മൊഴിയെടുക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അവർ അനുനയ ശ്രമത്തിന്റെ ഭാഗമായിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ സബ് കളക്ടറും മറ്റ് റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരുമൊക്കെ കുടുംബാംഗങ്ങളുമൊക്കെ സംസാരിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ ഭാര്യയടക്കം വളരെ സൗമ്യമായിട്ടായിരുന്നു മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നെങ്കിൽ ഇന്ന് അങ്ങനെയല്ല സാഹചര്യം. അവർ പരുഷമായിട്ടാണ് പെരുമാറുന്നത്. ഏറ്റവും കൗതുകമുണർത്തുന്ന കാര്യം, ഇന്ന് ഈ മൃതദേഹ ഭാഗങ്ങൾ പുറത്തെടുക്കുന്ന കല്ലറ സമാധി പൊളിക്കുന്ന സമയത്ത് അവർ രാവിലെ ദോശ കഴിച്ചു. അതിനുശേഷം ഈ നടപടികളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷം പാൽക്കഞ്ഞിയാണ് അവർ കുടിച്ചത് എന്നാണ് അവർക്ക് സുരക്ഷ നൽകുന്ന ഒരു വനിതാ SI ഓഫ് റെക്കോർഡിൽ എന്നോട് പറഞ്ഞത്. അതിനുശേഷം ഞാൻ വീണ്ടും അവർ ഈ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിൽ പ്രതികരണത്തിന് തയ്യാറാകുമോ എന്നറിയാൻ ഉച്ചയോടെ വീണ്ടും ഞാൻ ആ വീടിന്റെ പരിക്കലെത്തി. അപ്പോൾ മാധ്യമങ്ങളോട് വലിയ ക്ഷോഭിച്ചുകൊണ്ട് എല്ലാവരോടും കടന്ന് പുറത്തു പോകാൻ പറയൂ എന്ന് ഉദ്യോഗസ്ഥരോട് ആജ്ഞാപിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ വീടിനുള്ളിലിരുന്ന്. അങ്ങനെ അവർ ഒരു പ്രത്യേക രീതിയിലാണ് ഇപ്പോൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഘട്ടത്തിൽ കൂടുതൽ കാര്യങ്ങൾ പോലീസിന് അവരുടെ ഭാഗത്തുനിന്ന് ചോദിച്ചറിയാൻ കഴിയാത്ത ഒരു പശ്ചാത്തലമൊക്കെയുണ്ട്. എന്തായാലും അത് ആ വഴി അങ്ങ് തുടരട്ടെ. പക്ഷേ 3-4 ദിവസത്തിനകത്ത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ടിൽ ഇത് സംബന്ധിച്ച കൂടുതൽ വ്യക്തതകൾ കൈവരും. 2 സാധ്യതകൾ ഇവിടെ ഉരുത്തിരിയും. അതായത് ഇവിടെ നിന്ന്, അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഈ കൈലാസനാഥ ക്ഷേത്രത്തിന്റെ കവാടം, ഈ കവാടത്തിൽ നിന്ന് താഴേക്ക് ഉള്ള ഭാഗത്തെല്ലാം ഈ നേരത്തെ ഈ ക്ഷേത്രത്തിലെ ഉത്സവം നടന്നതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള കാവുകൾ അല്ലെ അതുമായി ബന്ധപ്പെട്ടുള്ള ആചാരപരമായ ക്രമീകരണങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ മരണം അങ്ങനെ സ്വാഭാവികമായി സംഭവിച്ചതാണ്. അത് അദ്ദേഹം സമാധിയിരുന്നുവെന്ന് കുടുംബം പറയുന്ന ആശയം ശരിവെക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഇനി പുറത്തു വന്നാൽ അത് ഇവർ കൃത്യമായി അത് ഉപയോഗിക്കും. ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആ വിശ്വാസം മറ്റുള്ള തരങ്ങളിലേക്ക് പ്രചരിപ്പിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. ഇതിനോടകം തന്നെ മറ്റ് നാടുകളിൽ നിന്ന് ഈ സ്ഥലം കാണാനായി ഇവിടേക്ക് ആളുകൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. അത് ആ ആളുകളുടെ ഒഴുക്ക് ഇനി അങ്ങോട്ട് കൂടുന്ന തരത്തിലേക്ക് കാര്യം മാറും. ഇനി കുറച്ച് കാര്യങ്ങൾ കൂടെ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. അതായത് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ആശുപത്രിയിൽ തന്നെയുള്ള ഗോപൻ സ്വാമിയുടെ മകൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കൾക്ക് വിട്ടു നൽകിയാൽ അവർ തിരികെ മൃതദേഹം ഇവിടെ എത്തിച്ച് നേരത്തെ എങ്ങനെയായിരുന്നോ സമാധി ഇരുത്തിയത് അതുപോലെ അങ്ങ് സമാധി ഇരുത്തുമോ അതോ അതിനപ്പുറത്തേക്ക് മറ്റേതെങ്കിലും നടപടികളായിരിക്കുമോ സ്വീകരിക്കുക? ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും പോലീസിന് വ്യക്തമായ ധാരണയില്ല. അവർ പറഞ്ഞിരിക്കുന്നത് അത്തരം പല കാര്യങ്ങളുടെ പല ചോദ്യങ്ങൾക്കും ഉത്തരം ലഭിക്കേണ്ടതുണ്ട്. ഒരുപക്ഷെ ഇനി എങ്ങനെയാണ് ഈ സമാധി കഥ, അതിന്റെ ഉറവിടം എന്താണ്, അതിന് പിന്നിൽ എന്താണ്? മാത്രമല്ല ഇത് വലിയ സങ്കീർണമാകുന്ന പ്രശ്നമായിരുന്നു. ഏതെങ്കിലും രീതിയിലുള്ള അസ്വാഭാവികത ഈ മരണത്തിൽ കണ്ടെത്താൻ കഴിയുന്നുവെങ്കിൽ വലിയ രീതിയിൽ സങ്കീർണമായ ഒരു പ്രശ്നങ്ങളിലേക്ക് ഒരു പക്ഷേ വഴിമാറുന്നൊരു സംഭവം. മാത്രമല്ല ഇത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ പ്രതിഷേധം, ഒരു ക്രമസമാധാന പ്രശ്നമായി മാറിയ ഒരു സംഭവം, ഒരു വിവാദം. പിന്നീട് പോലീസിന് വളരെ എളുപ്പത്തിൽ തന്നെ ഈ കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഈ നടപടികളിലേക്ക്, പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞു എന്നത് ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. വി വിനോദ് കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന്. വിനോദ്, അല്പസമയം മുൻപാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ എന്തെങ്കിലും പ്രാഥമികമായ വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും പ്രാഥമിക വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ വിനോദ്?
ടോം, ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടി പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മൃതദേഹം പുറത്തിറക്കും. ആംബുലൻസ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുമെന്ന് നേരത്തെ തന്നെ RDO അറിയിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ മൂത്ത മകൻ രാവിലെ തന്നെ ഇവിടേക്ക് എത്തിയിരുന്നു. വീട്ടുകാർ വീണ്ടും ഇനി ഇത് ഏത് തരത്തിലായിരിക്കും ഇതിന്റെ തുടർ പ്രക്രിയ അല്ലെങ്കിൽ ഇനിയുള്ള നടപടികൾ എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഡാൻ നെയ്യാറ്റിൻകരയിൽ തുടരുകയാണ്. ഡാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനി വീണ്ടും സമാധി എന്ന നിലയിൽ, അതായത് ഈ കല്ലറ പൊളിക്കുകയും മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തു. പരിശോധനകൾ പൂർത്തിയായി. അത് ഹൈക്കോടതി വിധിയുടെ അടിസ്ഥാനത്തിലുള്ള നടപടിയാണ്. അത് പൂർത്തിയായ മുറയ്ക്ക് ഇനി ഏത് തരത്തിലായിരിക്കും കാര്യങ്ങൾ എന്നത് തന്നെയാണ് പ്രധാനമായും ഉയരുന്ന ചോദ്യം. പോലീസ് ഏതായിരുന്നാലും ബന്ധുക്കൾക്ക് മൃതദേഹം വിട്ടുകൊടുക്കുമെന്ന കാര്യം രാവിലെ തന്നെ വ്യക്തമാക്കിയിരുന്നു. ടോം, 3 തരത്തിലുള്ള പരിശോധന, അത് ഇനിയും ചില പരിശോധനാ ഫലങ്ങൾ, ഒരാഴ്ച വരെ കാത്തിരുന്ന് വരേണ്ട പരിശോധനാ ഫലങ്ങളുണ്ട്. പ്രാഥമികമായി നമുക്ക് പറയാൻ കഴിയുന്നത് ഇൻക്വസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു കാര്യം, അതിൽ ഗുരുതര മുറിവുകളോ മരണകാരണമായ തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങളോ മൃതദേഹത്തിൽ കണ്ടെത്തിയില്ല എന്നൊരു കാര്യമാണ് പോലീസ് കൈമാറിയത്. ഈ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴും എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ട്, അല്ലെങ്കിൽ പ്രാഥമികമായ ഒരു റിപ്പോർട്ടാണ്, അല്ലെങ്കിൽ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം കഴിയുമ്പോഴുള്ള ഒരു വിവരമാണ്. ഇത് വളരെ പ്രീമച്ചറായിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്കിത് അങ്ങനെ വലിയ ആധികാരികമായ കാര്യം എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഇതുവരെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ, നമുക്ക് ലഭിച്ച വിവരങ്ങൾ നോക്കുമ്പോൾ അങ്ങനെ അസ്വാഭാവികമായ എന്തെങ്കിലും കണ്ടെത്തിയിട്ടില്ല എന്നതാണ്. പക്ഷേ നമുക്കറിയാം, പരിശോധന 3 തരത്തിലായിട്ടുള്ളതാണ്. ശരീരത്തിലേതെങ്കിലും വിഷാംശം ചെന്നിരുന്നോ, ഇത് സംബന്ധിച്ച് പരിശോധന നടത്തേണ്ടത് ഫോറൻസിക്കിന്റെ വിശദമായ പരിശോധനയുണ്ട്. രാസപരിശോധനയാണ് നടക്കേണ്ടത്. ആന്തരിക അവയവങ്ങളുടെ പരിശോധനയാണ് ഇക്കാര്യത്തിൽ നടത്തുന്നത്. അതിന്റെ ഫലം വരാൻ ഇനിയും ദിവസങ്ങളെടുക്കും. മറ്റൊന്ന് ഈ എക്സ്റേ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. അതിൽ എല്ലുകൾക്ക് ഒടിവോ ചതവോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, റേഡിയോളജി ഉൾപ്പെടെയുള്ള സംഭവങ്ങൾ വെച്ചിട്ടുള്ള പരിശോധനയാണ്. പക്ഷേ ഇതുവരെ നമുക്ക് മൃതദേഹം പുറത്തിറക്കിയിട്ടില്ല. പക്ഷേ ചില സൂചനകൾ വരുന്നത് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്ന നിലയ്ക്കാണ് ഇതുവരെയുള്ള കാര്യങ്ങളിൽ. പക്ഷേ ഇനിയും ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ റിപ്പോർട്ടുകൾ വരാനുണ്ട്, വിശദമായ പരിശോധന ഫലം വരാനുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കേസിന്റെ അന്വേഷണം അല്ലെങ്കിൽ ഈ ഒരു വിവാദം ഇവിടെ അവസാനിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയില്ലെങ്കിലും ഇതുവരെ ഉള്ള കാര്യങ്ങൾ വെച്ച് പരിഗണിക്കുമ്പോൾ, പരിശോധിക്കുമ്പോൾ മറ്റ് എന്തെങ്കിലും അസ്വാഭാവികമായ ഒന്നും കണ്ടെത്തിയില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അല്പസമയത്തിനുള്ളിൽ ഈ മൃതദേഹം പുറത്തേക്ക് ഇറക്കും. ഇവിടെ ഫോറൻസിക്കിലെ 3 ഉദ്യോഗസ്ഥരുടെ ഡോക്ടർ മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയത്. ഇതിങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയത് തന്നെ നിയമ പോരാട്ടത്തിലൂടെയാണ്. ഈ സമാധി കഴിഞ്ഞ് ദിവസങ്ങൾക്കകം തന്നെ കുടുംബം ഹൈക്കോടതിയെ സമീപിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിന്റെ റിപ്പോർട്ടിനെതിരെയാണ് കുടുംബം ഹൈക്കോടതിയെ സമീപിച്ചത്. ഒരു തരത്തിലും കല്ലറ തുറക്കാൻ അനുവദിക്കരുതെന്ന ആവശ്യം. എന്നാൽ കോടതിയാകട്ടെ അവിടെ എടുത്ത നിലപാട് തീർത്തും നിയമപരമായി നമുക്ക് നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, അങ്ങനെ യുക്തിഭദ്രമായി നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ തന്നെയാണ് വിധിയായി വന്നതും. എവിടെയാണ് മരണ സർട്ടിഫിക്കറ്റ് എന്ന പ്രധാനപ്പെട്ട ചോദ്യം സ്വാഭാവികമാണോ അസ്വാഭാവികമാണോ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. അവിടെയും കോടതിയുടെ പരാമർശം ആരെങ്കിലും കുറ്റപ്പെടുത്തുന്ന തരത്തിലല്ല, മറിച്ച് നിയമപരമായി പൂർത്തിയാക്കേണ്ട കാര്യങ്ങളുണ്ട്. അത് പൂർത്തിയാക്കണം എന്ന കാര്യമാണ് കോടതി നിർദ്ദേശിച്ചത്. പോലീസിന് കല്ലറ തുറക്കാമെന്നും അവിടെ പരിശോധന നടത്താമെന്നും കോടതി അറിയിക്കുകയും ചെയ്തു. തുടർന്നാണ് ഈ ഒരു പരിശോധനയിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. കല്ലറ ഇന്ന് രാവിലെയോടുകൂടി പോലീസ് സംഘം തുറക്കുകയും മറ്റുദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ കല്ലറ തുറക്കുകയും പുറത്തെടുക്കുകയും തുടർന്ന് ഈ പരിശോധനകളുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. എന്നിരുന്നാലും ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും പൂർത്തിയായിട്ടുണ്ട്. അല്പസമയത്തിനുള്ളിൽ മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകും. യെസ്, വ്യക്തമാണ്. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഡാൻ, വിനോദ് പറയുന്നതനുസരിച്ച് അല്പസമയത്തിനകം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും. അതേ തുടർന്ന് പിന്നീട് വീട്ടിലേക്ക് എത്തിക്കുന്ന ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഈ രീതിയിൽ തന്നെ, അതായത് ഈ മതാചാരപ്രകാരമുള്ള ചടങ്ങുകൾ ഉണ്ടായേക്കാം വലിയ രീതിയിൽ. കാരണം ഇതിൽ മറ്റ് അസ്വാഭാവികത ഇല്ല എന്നൊരു പ്രാഥമിക ഒരു കണ്ടെത്തൽ, ചില സൂചനകൾ ലഭിച്ചതോടെ ഇനി അത് വലിയ രീതിയിലൊരു ചടങ്ങുകൾക്ക് സാധ്യതയുണ്ടോ? ഇനി ഈ കുടുംബത്തിൻ്റെ തീരുമാനം അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹൈന്ദവ സംഘടനകളുടെ ഒക്കെ തീരുമാനം എന്താണ്? അതായത് ഇവരുടെ വിശ്വാസം, അവർ മുമ്പോട്ട് വെച്ചിരുന്ന ആശയങ്ങൾ അനുസരിച്ച് അവർ പറഞ്ഞത്
എന്തുകൊണ്ടാണ് ഇദ്ദേഹം മരണപ്പെട്ടു എന്ന കാര്യം തൊട്ട് അടുത്തുള്ള അയൽവാസികളെ പോലും അറിയിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവർ വ്യക്തമാക്കിയത് അച്ഛൻ തന്നെ നേരത്തെ നിർദ്ദേശിച്ചിരുന്നു, ഞാൻ സമാധിയാകാൻ പോവുകയാണ്, പക്ഷേ ഞാൻ സമാധിയാകുന്ന കാര്യം ഒരാളെ പോലും അറിയിക്കരുത്, കാണാനുള്ള അവസരം ആർക്കും കൊടുക്കരുതെന്നായിരുന്നു. അതിവിടെ പൂർണ്ണമായി ലംഘിക്കപ്പെട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് പൊളിച്ചപ്പോൾ തന്നെ, അതായത് ഈ സമാധി സ്ഥലം പൊളിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നതുമൊക്കെ ജനപ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിലാണ്. അപ്പോൾ അവരുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആ ഒരു കാര്യം അവിടെ ലംഘിക്കപ്പെട്ട് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ ഇനി ഇതിനെന്തെങ്കിലും തരത്തിൽ, അതായത് അങ്ങനെയുള്ള ഇത് മൃതദേഹം മറ്റുള്ളവർ കണ്ടതുകൊണ്ട് അതിനെന്തെങ്കിലും പരിഹാരം ചെയ്യണം എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെ നടത്തി ഇനി മുമ്പോട്ട് വരുമോ എന്നതാണ് ഇനി അറിയാനുള്ളത്. അതോടൊപ്പം പോലീസുമായി ഈ കുടുംബം ഇപ്പോൾ സഹകരിക്കുകയാണ്. പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നതനുസരിച്ചാണ് അവർ ഈ ബാക്കി നടപടികൾക്കൊക്കെ നേതൃത്വം നൽകുന്നത്. മൃതദേഹം ഏറ്റുവാങ്ങാനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തണമെന്ന നിർദ്ദേശം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയപ്പോൾ തന്നെ അവർ അവിടേക്ക് എത്താൻ തയ്യാറാകുകയും ചെയ്തു എന്നത് പോലീസിന്റെ നടപടികളോട് കുടുംബം സഹകരിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. എന്നോടൊപ്പം അരുൺ മോഹൻ കൂടി ചേരുന്നു. അരുൺ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ വിവാദം ഉണ്ടായപ്പോൾ മുതൽ ഇതിന്റെ ഗ്രൗണ്ട് ലെവലിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് കൈമാറുന്ന നമ്മുടെ പ്രതിനിധിയാണ്. അരുൺ, ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇദ്ദേഹം ഒരു തൊഴിലാളിയായി ജീവിതം തുടങ്ങി, പിന്നീട് ഒരു ആത്മീയ വഴിയിലേക്ക് തിരികുകയായിരുന്നു എന്നാണ്. അപ്പോൾ ഈ ക്ഷേത്രം നമുക്ക് സാധാരണ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളൊക്കെ പോലെ തന്നെ അതിൻ്റെ ഒരു നിർമ്മാണവും അതിൻ്റെ മറ്റ് പശ്ചാത്തലമൊക്കെ നോക്കുമ്പോൾ അവിടെ ഒരു വലിയ തരത്തിൽ അതിൻ്റെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആചാരങ്ങൾ ഇവിടെ നിലനിന്നിരുന്നു. പക്ഷേ എപ്പോഴാണ് ഇത് വൈകിയത്, എപ്പോഴാണ് ഇത് മുടങ്ങിയത്, അങ്ങനെ എന്തെങ്കിലും വിവരങ്ങൾ ഈ പ്രദേശവാസികളുമായിട്ട് സംസാരിക്കുമ്പോൾ ലഭിച്ചിട്ടുണ്ട്? അതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇദ്ദേഹം ഒരു തൊഴിലാളിയായിരുന്നു, ഒരു CIT ഉൾപ്പെടെയുള്ള സംഘടനകളുടെ തൊഴിലാളിയായിരുന്നു ഇദ്ദേഹം. അതിനുശേഷം BMS പോലുള്ള സംഘടനയിലേക്ക് ഇദ്ദേഹം എത്തുന്നു. എത്തിയപ്പോൾ ഇദ്ദേഹം ആത്മീയ രംഗത്തേക്ക് പ്രവേശിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. എത്ര നാളായി കാണും അങ്ങനെ? ഈ പറയുന്ന ഒരു 10 വർഷക്കാലത്തിന് അകത്തുള്ള ഒരു സമയമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ആ സമയത്ത് ആത്മീയ രംഗത്തേക്ക് എത്തുന്നു. ഈ പറയുന്ന സ്ഥലം അതുവരെ ആറാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഇദ്ദേഹം വാടകയ്ക്ക് താമസിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നത്. അതിനുശേഷം ഇവിടെ ഈ പ്രദേശം ഇദ്ദേഹം വിലയ്ക്ക് വാങ്ങുകയും ഈ പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് അത് നേരത്തെ ഈ മകൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഏറ്റുവാങ്ങിയിട്ട് നിംസിൽ വയ്ക്കും. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. നാളെ വൈകുന്നേരം 3-നും 4-നും ഇടയ്ക്ക് ഇവിടുന്ന് നിംസിൽ വയ്ക്കുമെന്ന് നാളെ നമ്മൾ ഇത് ചെയ്യും. വലിയ ചടങ്ങാണ്. ആചാരപ്രകാരം ഒരു സാധുവിന് കിട്ടിയ അവഹേളന ഈ ജനസമൂഹം ഒന്നിച്ച് ഏറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്തത്. ഡോക്ടർമാരുമായി സംസാരിച്ചാണ് അത് പോലീസ് പറഞ്ഞാണ് സ്വാഭാവികം? അല്ല, സ്വാഭാവികം എന്നുള്ളത് പോലീസും ഡോക്ടറും പറഞ്ഞ തന്നെ. ഇനി അതിന്റെ മറ്റു പരിശോധനകളൊക്കെ സ്വാഭാവികമായിട്ട് കാണുമല്ലോ ഇനി. പക്ഷേ അതുകൊണ്ടാണ് ചോദിച്ചത്, കാരണം രാസപരിശോധന ഫലം വരാറുണ്ട്. അപ്പൊ അതൊക്കെ ഇപ്പൊ ആര് മരിച്ചാലും അതൊക്കെ ഉണ്ടാവും. പ്രാഥമികമായിട്ട് ഈ മകൻ പറഞ്ഞത് തന്നെയാണ് എല്ലാം നടന്നിരിക്കുന്നത്. കുടുംബം എന്താണോ പറഞ്ഞത്? ഒരു കാര്യം ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ ഗോപൻ സ്വാമിയുടെ സമാധി അത് ഒരു മഹാസമാധിയായിരുന്നു നടന്നത്. ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര്, സങ്കുചിത വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയ മഹാസമാധിയായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു സാധുവായിരുന്നു, ഒരു പിന്നാക്ക ജനവിഭാഗത്തിൽപ്പെട്ട ആളായിരുന്നു. അല്ല, ഞാൻ പറഞ്ഞു തരട്ടെ, അതിനെ നിങ്ങൾ എല്ലാവരും കൂടി ചേർന്ന വിവാദമാക്കുകയാണ് ചെയ്തത്. ഇത് ചരിത്രം ഇതിന് മാപ്പ് തരില്ല എന്നാണ് ഞങ്ങൾക്ക് ഇതിനെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഈ മഹാസമാധിക്ക് ഉത്തരവാദികളായിട്ട് കേതു വാങ്ങിയിട്ടുള്ള ആൾക്കാർ ഒരു മാപ്പ് പറയണമെന്ന് പറയും. നമ്മുടെ സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തില് എന്റെ അച്ഛൻ സമാധിയായി. എന്റെ അച്ഛൻ സമാധിയായത് ഈ മഹാസമാധിയാണെന്ന് വേണം പറയാൻ. ഇതിന് തടസ്സം നിന്നവർക്ക് വേണ്ടി നിയമപരമായി നടപടികൾ എടുക്കണം. നിയമപരമായി നടപടികൾ എടുത്തേ പറ്റൂ. തീർച്ചയായിട്ടും മഹാസമാധിയാണ്. താങ്കൾ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അതെ 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 അതെ. സനന്തനും കുടുംബവും പറഞ്ഞ് ഇതിനി നമുക്ക്
ഇതിലിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് മുന്നോടിയായിട്ട് നിന്നത് വിഷ്ണുപുരം ചന്ദ്രശേഖര സാറും ഇതില് കുഞ്ചക്കരി സുരേന്ദ്ര സാറും നമ്മുടെ അടൂർ സാറ് കൂടെയാണ്. പിന്നെ ഹിന്ദു ഐക്യവേദിയും ഹിന്ദു സംഘടനകളും എല്ലാവരും ഞങ്ങൾക്ക് സപ്പോർട്ടിങ് ഉണ്ടായിരുന്നു. എല്ലാവരുടെ ഒരിതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതിൽ ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ. സാർ ഒരു മിനിറ്റ് അല്ല, സനന്ദൻ പറഞ്ഞത് തന്നെയാണ്. ഈ കഴിഞ്ഞ 3-4 ദിവസമായിട്ട് ഒരു കുടുംബത്തെ വളഞ്ഞിട്ട് ആക്രമിക്കുകയായിരുന്നു. ആ കുടുംബം പറയുന്ന ഒരു കാര്യം പോലും, അതിൽ 1% പോലും നിങ്ങൾ ആരും വിശ്വസിക്കാൻ തയ്യാറായില്ല. ആ കുടുംബത്തിനോട് സത്യം റിപ്പോർട്ടർമാർ ചോദിക്കുക, സമാധി സർട്ടിഫിക്കറ്റ് എവിടെ എന്ന് വരെ. ആ ഒരു കുടുംബത്തെ ഇങ്ങനെ വേട്ടയാടാമോ? സമാധി സർട്ടിഫിക്കറ്റ് എവിടെ? അങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടോ, സമാധി സർട്ടിഫിക്കറ്റ്? അപ്പൊ ആ കുടുംബത്തെ ഇങ്ങനെ നിങ്ങൾ വേട്ടയാട്. അത് വളരെ വിദ്യാഭ്യാസമൊക്കെ കുറഞ്ഞ ആൾക്കാരാണ്. അവരുടെ വായിൽ നിന്ന് എന്തെങ്കിലും ഒരു പാകപ്പഴ വന്നാൽ പോലും അതിനെ ഇങ്ങനെ വേട്ടയാടിയിരുന്നു. തീർച്ചയായിട്ടും വളരെ വിഷമമുണ്ട്. എന്നാലും ഈ ഒരു അവസരത്തിൽ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. കുടുംബം എന്താണോ പറഞ്ഞത് അത് ശരിയാണ്, സത്യമാണ് എന്ന് തെളിയുകയാണ്. ഗോപൻ സ്വാമിയുടെ മകനും ഹൈന്ദവ സംഘടനാ നേതാക്കളുമാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന് മുന്നിൽ മാധ്യമങ്ങളെ കണ്ടത്. ഈ ആരോപണങ്ങളെല്ലാം പൂർണ്ണമായും നിഷേധിക്കുന്നു. മാത്രമല്ല, സമാധിയല്ല മഹാസമാധിയാണ് നടന്നത് എന്നാണ് ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. വി വിനോദിലേക്ക് പോകുന്നു. വിനോദ്, നേരത്തെ ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ സംഭവത്തിൽ അസ്വാഭാവികതയില്ല, ഈ മരണത്തിൽ അസ്വാഭാവികതയില്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞതോടെ, പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിഞ്ഞതോടെ ഈ ഒരു മരണത്തെ, ഗോപൻ സ്വാമിയുടെ മരണത്തെ ഒരു മഹാസമാധിയായി മാറ്റാനുള്ള ഒരു നീക്കം സ്വാഭാവികമായി ഇനി ഉണ്ടാകില്ലേ? വിനോദ്, ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് കൈമാറുകയാണ്. അല്പസമയം മുമ്പാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായത്. പ്രാഥമികമായി അസ്വാഭാവികതയില്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞുവെന്നാണ് പോലീസ് നൽകുന്ന വിവരങ്ങൾ. കാരണം ശരീരത്തിൽ മറ്റു മുറിവോ മറ്റു രീതിയിലുള്ള ഒരു അസ്വാഭാവികതയോ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കൾ, വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത്, ഈ കുടുംബത്തെ വല്ലാതെ വേട്ടയാടി, പ്രത്യേകിച്ചും ഈ ഒരു ആരോപണം ഈ കുടുംബത്തിന് ഒരാഴ്ചയോളം കുടുംബത്തിന് സംശയം നിർത്തിയ ഒരു സംഭവം കൂടിയായിരുന്നു. ഇതിന് പിന്നിൽ ഈ മരണത്തിൽ പല ദുരൂഹതകളുണ്ട് എന്ന് ആരോപണം ഉയർന്നിരുന്നു. പക്ഷെ അതിലൊക്കെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ മരണത്തിൽ, ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്. ഇനി ഏത് രീതിയിലായിരിക്കും അദ്ദേഹത്തിന് മറ്റ് ഈ സമാധി നടത്തി എന്ന് പറയുന്ന സ്ഥലത്തേക്ക്, അല്ലെങ്കിൽ കല്ലറയിൽ അദ്ദേഹത്തിന്റെ മൃതദേഹം സംസ്കരിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി അല്പസമയത്തിനകം തന്നെ കുടുംബവും മറ്റ് ഈ ക്ഷേത്ര കമ്മിറ്റികളും അല്ലെങ്കിൽ ഈ ഹൈന്ദവ സംഘടനാ നേതാക്കളുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്ന വിവരവും. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാനിലേക്ക് എത്താം. വി വിനോദിലേക്ക്. വിനോദ്, എന്താണ് കുടുംബം അവിടെ പറഞ്ഞു വെക്കുന്നത്? വലിയ രീതിയിലുള്ള ആക്ഷേപം, ഈ ആരോപണമൊക്കെ അടിസ്ഥാനരഹിതമായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഇനി എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. ഇനി എന്തായിരിക്കും നടപടികൾ? ചന്ദ്രശേഖരൻ നമുക്കൊപ്പം ശരിയാണ്. ഇതിപ്പോൾ വലിയ വിവാദമായ ഒരു സംഭവമാണ്. എന്താണ് ഇപ്പോൾ ഡോക്ടർമാർ ഉൾപ്പെടെ പറയുന്നത്? ഇല്ല, ഇപ്പൊ സ്വാഭാവിക മരണമെന്ന് പറഞ്ഞു. ഇത് കുടുംബം ആവർത്തിച്ച് പറഞ്ഞു. എല്ലാവരും കൂടി അവരെ കൊത്തിക്കീറുകയാണ് ചെയ്തത്. ഒരു സന്യാസി
സമാധി ഇരുന്നിട്ട് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിച്ച് കൊണ്ടുപോകേണ്ട സ്ഥിതിയാണ് വന്നിരിക്കുന്നത്. അത് ശരിക്കുകൂടി സർക്കാർ ഉണർന്ന് പ്രവർത്തിച്ചെങ്കിൽ ഒരു നീതി അവർക്ക് കിട്ടുമായിരുന്നു. തുടക്കം മുതലേ അവർ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. ഇനി നാളെ സന്യാസിമാരുടെയൊക്കെ അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് 3-നും 4-നും ഇടയ്ക്ക് ഒരു മഹാസമാധി അവിടെ ഇതേ സ്ഥലത്ത് തന്നെ മഹാസമാധിയായിട്ട് ഇപ്പോൾ എവിടേക്കാണ് ഇപ്പൊ നിംസിലേക്ക് കൊണ്ടുപോകും. ഈ നിയമപ്രശ്നമാണ് ചൂണ്ടിക്കാട്ടപ്പെട്ടത്. ഹൈക്കോടതി നിയമം എന്ന് പറയുന്നത് കേസ് കൊടുത്ത 5 പേർക്ക് നോട്ടീസ് ഉണ്ടായിരുന്നു. 5 പേർക്ക് കേസ് സ്വീകരിച്ചു ഫയലില്. 5 ദിവസം കൂടി സഹിക്കാമായിരുന്നു. പക്ഷെ അതുപോലും ഇല്ലാതെ ഒരു സന്യാസിയെ, അത് സാധുവായ ഒരു സന്യാസിയെ ഇങ്ങനെ കീറി മുറിച്ച് കൊണ്ടുപോകേണ്ടി വന്ന ആ മക്കളുടെ ദുഃഖം, ആ മക്കൾക്ക് ആരുമില്ലായിരുന്നു. എല്ലാ ചാനൽ ഉൾപ്പെടെ എതിരായിരുന്നു. പക്ഷേ അവര് സത്യത്തിനും ധർമ്മത്തിനും വേണ്ടി ജീവിച്ച മക്കളാണെന്നുള്ള തെളിഞ്ഞിരിക്കുകയാണ്. വീട്ടിലേക്ക് പോവുകയാണ്. ഒരു മനുഷ്യന്റെ ഏറ്റവും അവസാനത്തെ ഒരു ആഗ്രഹമായിരുന്നു അദ്ദേഹത്തിന്. കഴിഞ്ഞ ഒരു 20 വർഷത്തിൽ കൂടുതലായിട്ട് ഒരു സന്യാസ ജീവിതം നയിച്ച വ്യക്തിയുടെ ഏറ്റവും അവസാനത്തെ ആഗ്രഹമായിരുന്നു സമാധിയാവുക. അതും സ്വർഗവാതിൽ ഏകാദശി ദിവസം സമാധിയാവും. അത് കളങ്കപ്പെട്ടു പോയി എന്നുള്ള വലിയൊരു ദുഃഖമുണ്ട്. എന്നാലും ഇപ്പോൾ ബഹുമാന്യനായിട്ടുള്ള ശ്രീ വിഷ്ണുപുരം ചന്ദ്രശേഖരൻ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ആ വിഷമങ്ങളൊക്കെ തീർക്കാവുന്ന പ്രക്രിയകളൊക്കെ ചെയ്തുകൊണ്ടുള്ള മഹാസമാധിയായിട്ട് ഇത് മാറ്റും. ആ നിലയ്ക്കാണ് ടോം ഇപ്പോൾ വീണ്ടും ഇതേ സ്ഥലത്ത് തന്നെ എവിടെയാണോ സമാധിയായത് അതേ സ്ഥലത്ത് വീണ്ടും സമാധി ചടങ്ങുകൾ നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. നാളെ വൈകിട്ട് 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് ഈ സമാധി ചടങ്ങ് നടത്തുമെന്നാണ് പറയുന്നത്. ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിലേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത്. ആ സ്വകാര്യ നിംസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ മൃതദേഹം സൂക്ഷിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഏതായിരുന്നാലും 2 വശത്തു നിന്നുമുള്ള വാദങ്ങൾ നമ്മൾ ആദ്യം മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് ഇതിലെ വസ്തുത വെളിപ്പെടണമെന്നതാണ്. ഇനിയും പരിശോധനാ ഫലങ്ങൾ വരാനുണ്ട്. അന്തിമ ഫലം അല്ല വന്നിട്ടുള്ളത്. രാസപരിശോധനാ ഫലം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വരേണ്ടതുണ്ട്. പക്ഷേ ഇതുവരെയുള്ള പരിശോധനയിൽ മറ്റ് അസ്വാഭാവികമായി ഒന്നും കണ്ടെത്തിയില്ല എന്ന ഒരു നിഗമനമാണുള്ളത്. അതുകൊണ്ട് തന്നെ നാളെ വീണ്ടും ഈ സമാധി എന്ന കാര്യത്തിലേക്ക് പോകുന്നു. ഒരുപക്ഷെ പോലീസിന്റെ തുടർ നടപടികൾ ഒരു വശത്ത് നടക്കുകയും ചെയ്യും. ടോം. വിനോദ്, ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എപ്പോഴേക്ക് വരുമായിരിക്കും? മറ്റ് രാസപരിശോധന ഫലം ലഭിച്ചാൽ മാത്രമേ ഇതുമായി ബന്ധപ്പെട്ട് ഒരു വ്യക്തത കൈവരൂ. അതായത് എന്താണ് ഈ മരണകാരണം എന്താണ് സംബന്ധിച്ചൊരു വ്യക്തത കൈവരൂ. ആ റിപ്പോർട്ടുകളൊക്കെ എപ്പോഴായിരിക്കും ലഭ്യമാകുക? കാരണം അതിന് ഈ പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക റിപ്പോർട്ട് കൂടി ലഭ്യമാകേണ്ടതുണ്ടല്ലോ. പശ്ചാത്തലത്തിൽ എന്താണ് അവസാനമായി പറയാനുള്ളത്? ചടങ്ങുകളും മറ്റു കാര്യങ്ങളൊക്കെ എങ്ങനെയായിരിക്കും? അതെ, പവിത്രമായിട്ടുള്ളൊരു ചടങ്ങ്, ഒരു സമാധി നടന്നിട്ട് അത് ഇന്ന് തന്നെ പോസ്റ്റ്മോർട്ടം ഒക്കെ കഴിച്ച് കൊണ്ടുപോകേണ്ടത് കേരളത്തിലെ ആദ്യത്തെ സ്ഥിതിയായിരിക്കും. അത് ഇപ്പോഴേ എല്ലാ സ്ഥലത്തുനിന്നും ഉള്ള മഠാധിപതിമാരെ ക്ഷണിക്കും. കിട്ടുന്ന എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവന്ന് അവർക്ക് വന്ന ഒരു അവഗണന, ഒരു സാധു സമാധിയായാൽ ആരുമില്ല എന്നുള്ളത് മാറി നാളെ വലിയ സംരംഭമായിട്ട് അതേ സ്ഥലത്ത് അദ്ദേഹത്തിന് സമാധി ഇരുത്തും. അത് ശരിക്കും അവരെ മക്കളോടിയൊക്കെ എല്ലാവരും മാപ്പ് ചോദിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം 2 പാവപ്പെട്ട ഒരു സമാധി, 2 അമ്മയും കരഞ്ഞു, ആരും അംഗീകരിച്ചില്ല. അവരെല്ലാവരും സംശയിച്ചു. ആ സംശയമെല്ലാം മാറിക്കൊണ്ട് അവർ അഗ്നി ശുദ്ധീകരിച്ചുകൊണ്ട് മക്കൾ വന്നിരിക്കുകയാണ്. രാജകീയമായിട്ട് നാളെ സമാധി ഇരുത്തും. ഡാൻ കുര്യനിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണ്. ഡാൻ, ഗോപൻ സ്വാമിയുടെ സമാധി നടന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇത് സമാധിയല്ല മഹാസമാധിയാക്കി മാറ്റാനുള്ള ഒരു തീരുമാനത്തിലേക്കാണ് വിവിധ ഹൈന്ദവ സംഘടനാ നേതാക്കളും കുടുംബവും ഒരുങ്ങുന്നത്. നാളെ വൈകിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഈ സ്ഥലത്ത്, സംഭവ സ്ഥലത്ത് ഇപ്പോൾ ആരെങ്കിലും ഉണ്ടോ? കുടുംബാംഗങ്ങളോ നാട്ടുകാരോ ഉണ്ടോ? അവരുടെ പ്രതികരണം ഈ സംഭവത്തിന് ശേഷം, അതായത് ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം കുടുംബത്തിൻ്റെയോ നാട്ടുകാരുടെയോ പ്രതികരണം ലഭ്യമായിട്ടുണ്ടോ? ഡാൻ, ഒരു പ്രതികരണവും ലഭ്യമായിട്ടില്ല. അദ്ദേഹത്തിന്റെ മകൻ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലാണ്. അല്പസമയം മുമ്പ് അദ്ദേഹത്തിന്റെ പ്രതികരണം നമ്മൾ കേട്ടുകഴിഞ്ഞു. അദ്ദേഹത്തിന്റെ അമ്മ, ഭാര്യയടക്കം, അതായത് ഗോപൻ സ്വാമിയുടെ ഭാര്യ ഉൾപ്പെടെയുള്ളവർ വീടിനുള്ളിലുണ്ട്. നമ്മൾ അവരുടെ പ്രതികരണം തേടാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ അവർ മാധ്യമങ്ങളോട് സംസാരിക്കാൻ തയ്യാറാകുന്നില്ല. വൈകാരികമായൊരു
പ്രതിഷേധമാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ഇനി നിങ്ങൾ അവിടെ നിൽക്കരുത്, അവരോട് സംസാരിക്കാൻ ശ്രമിക്കരുത് എന്ന് പറഞ്ഞ് അവിടെ എത്തിയ മാധ്യമപ്രവർത്തകരെ എല്ലാം പിന്തിരിപ്പിക്കുകയായിരുന്നു. ഒരു കാര്യത്തിൽ പോലീസിന് ആശ്വസിക്കാം. കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച ഈ ആരോപണം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിൽ റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ സമാധി സ്ഥലം പൊളിച്ച് ഗോപൻ സ്വാമിയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്ന തരത്തിലേക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച കാര്യങ്ങൾ എത്തുകയും അതിന് പിന്നാലെ ഈ മരണം സ്വാഭാവികമാണെന്ന വിവരം പുറത്തുവരികയും ചെയ്തിരുന്നെങ്കിൽ പോലീസിനെ വലിയ തരത്തിൽ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ ഒരുപക്ഷേ നാളെ ആരംഭിക്കാനിരിക്കുന്ന സഭാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെ തന്നെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിൽ പ്രതിരോധത്തിലാക്കുന്ന തരത്തിലേക്ക് വലിയ പ്രതിഷേധങ്ങൾക്ക് അത് വഴിവെച്ചേനെ. അവിടെ നയപരമായി ജില്ലാ ഭരണകൂടം എടുത്ത തീരുമാനം അങ്ങനെ തന്നെ പറയേണ്ടി വരും. ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സംയുക്തമായി നടത്തിയ കൂടിയാലോചനയ്ക്ക് ശേഷം എടുത്തൊരു തീരുമാനം ഈ നാടിനെ മുഴുവൻ ഒരു ക്രമസമാധാന പ്രശ്നത്തിലേക്ക് നയിക്കാമായിരുന്ന ഒരു സാഹചര്യത്തിന് രമ്യമായ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നു. അതിന് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നെടുത്ത അവധാനതയോടെയുള്ള നീക്കങ്ങൾ എടുത്ത് പറയേണ്ടിയിരിക്കുന്നു. കാരണം അന്ന് അങ്ങനെ ഒരു തീരുമാനം അവർ എടുത്തില്ലായിരുന്നുവെങ്കിൽ ഇപ്പോൾ കാണുന്ന ശാന്തമായ സ്ഥിതിയാകുമായിരുന്നില്ല ഈ സ്ഥലത്ത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട പ്രാഥമിക പരിശോധനകളിൽ സ്വാഭാവികമായിട്ടാണ് ഈ മരണം സംഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം പുറത്തു വരുമ്പോൾ സംഭവിക്കേണ്ടിയിരുന്നത്. പക്ഷേ അങ്ങനെയുള്ള പശ്ചാത്തലമൊന്നുമില്ല. ഈ കുടുംബാംഗങ്ങളെ അടക്കം പറഞ്ഞ് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി ഇങ്ങനെയൊരു അവരുടെ വിശ്വാസത്തെ വ്രണപ്പെടുത്താനുള്ള നീക്കമല്ല നടത്തുന്നത്. അതിനപ്പുറത്തേക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില സംശയങ്ങൾ ഉന്നയിച്ചവർക്കുള്ള മറുപടി കൊടുക്കണമെങ്കിൽ നിങ്ങളെ കൂടി സംശയത്തിന്റെ നിഴലിൽ നിന്ന് പുറത്തു കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ പരിശോധനയിലൂടെ ഇത് വ്യക്തമാക്കിയേ കഴിയൂ എന്ന കാര്യം ആ കുടുംബത്തെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ആ കുടുംബാംഗങ്ങളുടെ കൂടി സഹകരണത്തോടെയാണ് ഈ സമാധി സ്ഥലം പൊളിച്ച് പോലീസ് റവന്യൂ ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ ഈ പരിശോധനകൾ നടത്തിയത്. അതിന് ആ കൃത്യമായ ഒരു ഉത്തരമായിരിക്കുന്നു. ഇനി രാസപരിശോധനാ ഫലം, ആന്തരികാവയവങ്ങളുടെ ഫലമൊക്കെ വരാനുണ്ട്. അതിന് ഏതാനും ദിവസങ്ങൾ എടുക്കുമായിരിക്കാം. പക്ഷെ തൽക്കാലത്തേക്കെങ്കിലും സ്ഥിതി ശാന്തമായിരിക്കുന്നു. ഇവിടേക്ക് നാട്ടുകാരൊക്കെ എത്തുന്നുണ്ട്. ഒരു പക്ഷേ ഈ സമാധി ഇരുന്ന അതേ സ്ഥലത്ത് മഹാസമാധിയായി നാളെ വൈകുന്നേരം 3 മണിക്കും 4 മണിക്കും ഇടയിൽ അദ്ദേഹത്തെ വീണ്ടും അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ മഹാസമാധിയായി അവിടെ നടത്താനുള്ള നീക്കങ്ങൾ സംഘടനകളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ നാളെ ഇതായിരിക്കില്ല സ്ഥിതി. കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടാകും. പോലീസിന്റെ നിയന്ത്രണം ഇന്ന് എങ്ങനെയായിരുന്നോ നിലനിന്നിരുന്നത് അതുപോലെ തന്നെ നാളെയും പോലീസിന്റെ സാന്നിധ്യം ഉൾപ്പെടെ ഇവിടെ കാണും. അത് മറ്റു തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് വഴിവെക്കാതിരിക്കാനുള്ള ഒരു കൃത്യമായ ഇടപെടൽ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് നേരത്തെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. അതങ്ങനെ തന്നെ ഇവിടെ തുടരുകയും ചെയ്യും. ഈ സമാധി സ്ഥലത്ത് പൊളിച്ചിരിക്കുന്ന സ്ഥലത്തടക്കം പോലീസിന്റെ സംരക്ഷണം തുടരും. കൈലാസനാഥ ക്ഷേത്രത്തിന് പോലീസിന്റെ സംരക്ഷണം ഉണ്ടാകും. ഈ കുടുംബാംഗങ്ങളുള്ള വീടിന് മുന്നിലും പോലീസിന്റെ സാന്നിധ്യം ഇന്ന് വൈകിട്ടും ഉണ്ടാകും. എന്തായാലും അല്പസമയത്തിനകം ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് പൂർത്തിയായതിന് പിന്നാലെ ഈ മൃതദേഹം നിംസ് ആശുപത്രിയിലേക്ക് നെയ്യാറ്റിൻകരയിലേക്ക് എത്തിക്കുക. അവിടെ നിന്നായിരിക്കും നാളെ 3 മണിക്കും 4 മണിക്കും ഇടയ്ക്ക് മഹാസമാധിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുക. തീർച്ചയായും ഡാൻ, ഇതൊരു മഹാസമാധിയാക്കി മാറ്റുക, ഒരു ചരിത്ര സംഭവമാക്കി മാറ്റുക എന്നൊരു തീരുമാനത്തിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. അതായത് ഈ ഒരു കുടുംബത്തെ വലിയ രീതിയിൽ സംശയനിഴലിൽ നിർത്തിയ, വലിയ രീതിയിൽ ആക്ഷേപം ഈ കുടുംബത്തിന് നേരിടേണ്ടി വന്നൊരു സംഭവം കൂടിയാണ്. അതാണ് പല വിഷ്ണുപുരം ചന്ദ്രശേഖരൻ ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചത്. ഇതിലൊരു കൊലപാതക സാധ്യത ഉണ്ടെന്നൊക്കെ പറയുന്നു, അല്ലെങ്കിൽ മരണത്തിൽ ദുരൂഹത ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള ആക്ഷേപങ്ങളും ഉയർത്തിയതാണ് ഈ കേസിൽ. ഈ ഒരു വിവാദത്തിൻ്റെ ഒരു അടിസ്ഥാനം എന്തായിരുന്നു ഡാൻ? അവിടെ ഒരു പിഴവ് ഈ കുടുംബത്തിന് സംഭവിച്ചു. ആ ചെറിയൊരു പിഴവിന് കൊടുക്കേണ്ടി വന്ന വലിയൊരു വിലയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളെല്ലാം. അതായത് ഈ മരണം സംഭവിച്ചതിന് പിന്നാലെ, അതായത് ഇദ്ദേഹം സമാധിയായെന്ന് അവർ അവകാശപ്പെടുന്നു. അത് ഏത് വിധേയമാകട്ടെ, അദ്ദേഹത്തിന്റെ ജീവൻ നഷ്ടപ്പെട്ടതിന് പിന്നാലെ സാധാരണയായി നാട്ടിൽ ആര് മരിച്ചാലും വീട്ടിൽ കിടന്നുകൊണ്ടോ അല്ലെങ്കിൽ രോഗാവസ്ഥയിലുള്ള ഒരു വീട്ടിൽ കിടന്ന് മരിച്ചാലും ആ വാർഡ് മെമ്പറെ അറിയിക്കുക എന്നതാണ് അതിന്റെ പ്രാഥമികമായ നടപടി. വാർഡ് മെമ്പർ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു സാക്ഷ്യപത്രമുണ്ട്. അതായത് ഇന്ന സമയത്ത് ഇത്രാം തീയതിയാണ് ഈ മരണം സംഭവിച്ചതെന്ന് പറഞ്ഞ് അങ്ങനെ ഒരു സാക്ഷ്യപത്രം ഇവിടുത്തെ വാർഡ് മെമ്പറുടെ പക്കൽ നിന്ന് കൈപ്പറ്റാൻ ഉള്ള ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ഒരു കോലാഹലങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതയില്ലായിരുന്നു. അതല്ല എങ്കിൽ ഒരു ഡോക്ടറുടെ സാന്നിധ്യം, ഒരുപക്ഷെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നേരിട്ടെത്തി മരണം സംഭവിച്ചിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്ന വൈദ്യസേവനങ്ങളൊക്കെ ഈ നെയ്യാറ്റിൻകരയിലെ എല്ലാ സ്ഥലങ്ങളിലും അത് ലഭ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു സേവനം ഒന്ന് പ്രയോജനപ്പെടുത്താൻ കഴിയാതെ പോയി. അങ്ങനെ ഒരു വീഴ്ച അവർക്ക് സംഭവിച്ചു. അത് നമുക്ക് പറയാതിരുന്നുകൂടാ. അതുകൊണ്ടാണ് പിന്നീട് അങ്ങോട്ട് ഹൈക്കോടതി ഉന്നയിച്ച ചോദ്യങ്ങളുടെ മുമ്പിൽ വരെ അവർക്ക് നിശബ്ദമായി അവരുടെ അഭിഭാഷകനെ നിൽക്കേണ്ടി വന്നത്. മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്നൊരു വലിയ ചോദ്യം ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ അതിന് ഉത്തരം കൊടുക്കാൻ കഴിയാതെ പോയത് ആദ്യഘട്ടത്തിൽ
അതുമായി ബന്ധപ്പെട്ട് അവർ സ്വീകരിച്ച നടപടികളിൽ ഉണ്ടായ ഒരു ലാഗാണ്. ആ ലാഗാണ് ഇങ്ങനെ ഒരു വലിയ വിവാദങ്ങളിലേക്കൊക്കെ ഈ കാര്യങ്ങളെ കൊണ്ടുവന്ന് എത്തിച്ചത്. എന്തായാലും ഒരാഴ്ചയ്ക്കപ്പുറം ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇപ്പോൾ അവരെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയിരുന്ന സാഹചര്യത്തിന് ഒരു മാറ്റം വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് അദ്ദേഹത്തിന്റെ മരണം സംഭവിക്കുന്നത്, ഗോപൻ സ്വാമിയുടെ മരണം സംഭവിക്കുന്നത്. കഴിഞ്ഞ കുറച്ചധികം നാളുകളായി അദ്ദേഹം കിടപ്പിലായിരുന്നു. അദ്ദേഹത്തെ പുറത്തുള്ള ആളുകൾ അങ്ങനെ കാണുന്നേ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യ വിവരങ്ങളടക്കം ഈ കുടുംബാംഗങ്ങളോട് ചോദിച്ചാണ് നാട്ടുകാരടക്കം അറിഞ്ഞിരുന്നത്. അതിനിടയിൽ ഞാൻ രാവിലെയൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു, ഇവിടെ ചില ഭൂമി വിൽക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ ചില തർക്കങ്ങൾ നിലനിന്നിരുന്നു. അങ്ങനെ ആ തർക്കങ്ങൾ നിലനിന്നിരുന്നത് ഈ കുടുംബത്തിനെതിരെ ഒരു വികാരം ചില അയൽവാസികളുടെ ഭാഗത്തു നിന്നൊക്കെ ഉരുത്തിരിയാൻ സാഹചര്യം ഒരുക്കിയിരുന്നു. അവരടക്കം ഇതിൽ വലിയ തരത്തിൽ വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇതൊരു വലിയ വിവാദമായി മാറുന്നത്. അദ്ദേഹത്തെ ജീവനോടെ തന്നെ അവിടെ സമാധി ഇരുത്തിയതാണ് എന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങൾ വരെ ഉയർന്നു. അതുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ പരിശോധനകൾ നടത്തി. പക്ഷേ പോലീസിന് മുമ്പിൽ അപ്പോഴും അവശേഷിച്ച ഒരു ചോദ്യം പോസ്റ്റ്മോർട്ടം നടത്താതെ എങ്ങനെ അത് ഉറപ്പിക്കാൻ കഴിയുമെന്നതായിരുന്നു. അവിടെയാണ് ജില്ലാ ഭരണകൂടം കൃത്യമായി ഈ സാഹചര്യം ബോധ്യപ്പെട്ട കുടുംബാംഗങ്ങളുമായി അടക്കം ചർച്ച നടത്തിയത്. പക്ഷേ അവർ വഴങ്ങുന്നുണ്ടായിരുന്നില്ല. പിന്നീട് ഈ കുടുംബവുമായി ബന്ധമുള്ള ചില ജനപ്രതിനിധികളെ അടക്കം മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തിയ ചർച്ചയ്ക്ക് ഒടുവിലാണ് അവർ പോലീസിന്റെ നടപടികളോട് സഹകരിക്കുന്ന സാഹചര്യമുണ്ടായത്. അരുൺ എന്നോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഇപ്പോൾ ഈ ഒരാഴ്ചയോളം ഈ കുടുംബം മുഴുവൻ സംശയനിഴലിലായിരുന്നു. ഇപ്പോൾ ആ സാഹചര്യം മാറുകയാണ്. സ്വാഭാവികമായി നാളെ കൂടുതൽ ആളുകൾ ഇവിടേക്ക് എത്തുന്നു. ഇവിടെ അവർ പറയുന്നത് പ്രകാരം ഒരു മഹാസമാധി നടക്കാൻ പോവുകയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഇവിടുത്തെ ഒരു ഗ്രാമീണ പശ്ചാത്തലമുള്ള ഒരു നാട്ടിൽ ഒരു മഹാസമാധി വരുമ്പോൾ അദ്ദേഹത്തിന് കേരളം മുഴുവൻ ഈ ഗോപൻ സ്വാമി എന്ന വ്യക്തിയെ ഇപ്പോൾ അറിയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. പിന്നീട് ഇവിടുത്തെ ഒരു സാമൂഹ്യ പശ്ചാത്തലമൊക്കെ വെച്ച് ഇവിടുത്തെ ഒരു സാഹചര്യം എന്തായിരിക്കും പിന്നീട്? തീർച്ചയായും അത് നമുക്കിപ്പോൾ ചിന്തിക്കുന്നതിനപ്പുറത്തായിരിക്കും. കാരണം നാളെ ഒരുപക്ഷെ ഈ പറയുന്ന എല്ലാ സംഘടനകളും, ഈ ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ രംഗത്ത് വരാനായിരിക്കും സാധ്യത. സ്വാഭാവികമായിട്ട് അത് എത്രത്തിലെടുക്കുമെന്നുള്ളതിന് വരും മണിക്കൂറിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ. കാരണം ഇപ്പോൾ മൃതദേഹമുള്ളത് മെഡിക്കൽ കോളേജിലാണ്. അവിടുന്ന് ഏതാനും നിമിഷങ്ങൾക്കകം അല്ലെങ്കിൽ മണിക്കൂറുകൾക്കകം നിംസിലെത്തുന്നു. അതിനുശേഷമായിരിക്കും മക്കൾ പോലും ഇതിനെക്കുറിച്ചൊരു ആധികാരികമായ ഒരു തീരുമാനം എടുക്കാൻ കഴിയുക എന്നുള്ളതായിരിക്കും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. നമ്മൾ പലവട്ടം ബന്ധുക്കളെയും ഈ പറയുന്ന അവരുടെ കുടുംബാംഗങ്ങളെയും നമ്മൾ ശ്രമിച്ചെങ്കിലും അവർ വളരെ വൈകാരികമായി ഇന്നലെ പ്രതികരിച്ച ഒരു മുഖമല്ലായിരുന്നു അവരുടെ ഉണ്ടായിരുന്നത്. വളരെ വൈകാരികമായി തന്നെ അവർ പ്രതികരിച്ചു മാറി. പക്ഷേ ഇപ്പോൾ അവർക്ക് അത് നീതി കിട്ടിയ ഒരു മുഖമാണ് അവരിൽ നിന്ന് കിട്ടുന്നത്. അതായിരിക്കും അങ്ങനെ പെട്ടെന്ന് കുറ്റം പറയാൻ കഴിയില്ല അല്ലേ? കാരണം അവരുടെ ഭാഗത്തുനിന്ന് അവരെ അത്രമാത്രം ഈ ഒരുപക്ഷെ മാധ്യമ വാർത്തകൾ അടക്കം അത്തരത്തിലായിരുന്നു. അത് ഒരുപക്ഷെ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള ഒരു പ്രതികരണങ്ങളൊക്കെ പലപ്പോഴും ഇന്ന് അവരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായും ഡാൻ, കാരണം ഇന്നലെ രാത്രി വരെ സമാധിയിരുത്തിയ തന്റെ പിതാവിനെ സമാധിയിരുത്തിയ സ്ഥലത്ത് പൂജാതി കർമ്മങ്ങൾ നടത്തിയ മക്കൾ ഇന്ന് രാവിലെ അത് ഒരു കൂട്ടം ആൾക്കാർ വന്ന് പൊളിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ അത് തന്നെ ആയിരിക്കാം ആ മാതാപിതാക്കളും ആ മക്കളും പ്രതികരിച്ചതെന്ന് നമുക്ക് ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. അവരെ ഒരിക്കലും നമുക്ക് ഒന്നും വിമർശിക്കാനൊന്നും കഴിയില്ല. അത് സ്വാഭാവികമായ പ്രതികരണം തന്നെയാണ് ഇന്ന്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അവരെ ഇന്ന് കൂടുതൽ ശല്യം ചെയ്യാൻ നമ്മുടെ ഭാഗത്ത് നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായത്. എന്നാൽ വരും മണിക്കൂറുകൾ അവർ തന്നെ മുന്നോട്ട് വന്ന് ഈ വിഷയത്തെ പ്രതികരിക്കാൻ അവർ തയ്യാറാവുന്ന ഒരു അവസ്ഥയും നമുക്ക് വരുന്നുണ്ട്. മറ്റ് സംഘടനാ നേതാക്കളും നമ്മളോട് ഈ വിഷയത്തെക്കുറിച്ച് പ്രതികരിക്കാൻ. അപ്പോൾ ഇതിന്റെ സ്വഭാവം ഈ പറഞ്ഞതുപോലെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്വഭാവം മാറി തുടങ്ങി. അതായത് ചില സന്ദർഭങ്ങളിൽ പ്രതികരണങ്ങൾ എടുക്കുക എന്നത് നമ്മളെ സംബന്ധിച്ച് അനിവാര്യതയാണ്. പക്ഷേ ചില സമയങ്ങളിൽ ആ പ്രതികരണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ന് പറയുന്നത് ഒരു നമ്മുടെ ആ ഒരു യുക്തിസഹമായി നമ്മൾ ഇപ്പോൾ എടുക്കേണ്ട ഒരു മര്യാദ അത് തന്നെയാണ്. അവർക്ക് അവരുടെ ഒരു സാവകാശം നൽകുക. അവർ ഒരു മെന്റലി ഓക്കെ ആയതിനു ശേഷം സംസാരിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയാൽ നമുക്ക് അപ്പോൾ അവരുടെ കൂടുതൽ പ്രതികരണങ്ങൾ ലഭിക്കുമായിരിക്കും അല്ലെ, ഈ ഭാര്യയുടെ അടക്കം. തീർച്ചയായും എന്ന് തന്നെയാണ് പറയാനുള്ളത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ ഏതാനും നിമിഷങ്ങൾക്ക് ഈ പറയുന്ന ഇളയ മകൻ ഉൾപ്പെടെയുള്ള ഒരു നിമിഷത്തിലേക്ക് പോകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമുക്ക് അവിടെ വെച്ച് നമുക്ക് മറ്റുള്ളവരോട് പ്രതികരണം നൽകുന്ന സമയത്ത് നമുക്ക് ലഭിക്കുമായിരിക്കും. പക്ഷേ ഇന്ന് എന്നാലും ഇപ്പോൾ അവർക്ക് ഈ പറഞ്ഞ നേരത്തെ ചോദിച്ച 2 ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടിയിരിക്കുന്നു ഏറെക്കുറെ. ഇനി ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം വരാനിരിക്കുന്നുണ്ടെങ്കിലും 2 ചോദ്യങ്ങൾ, എവിടെയാണ് ഗോപൻ സ്വാമി, എന്താണ് സംഭവിച്ചത് എന്നുള്ള ചോദ്യങ്ങൾക്ക് ഏറെക്കുറെ ചോദ്യത്തിന് ഉത്തരം ലഭിക്കുന്ന ഒരു സാഹചര്യം ഈ മണിക്കൂറുകൾ നൽകിയെന്ന് മാത്രം നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയും. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം വിശ്വാസവും അന്ധവിശ്വാസവും ഇത് തമ്മിൽ എങ്ങനെ വേർതിരിക്കാൻ കഴിയും? ഇതൊരു വലിയ ചോദ്യമായി കേരളത്തിന്റെ മനസാക്ഷിക്ക് മുമ്പിൽ, കേരള സമൂഹത്തിന്റെ പൊതു മനസാക്ഷിക്ക് മുമ്പിൽ വെച്ചുകൊണ്ടായിരിക്കും ഗോപൻ സ്വാമി വിവാദത്തിന് തിരശ്ശീല വീഴാൻ പോകുന്നത്. ഡാൻ, തീർച്ചയായും. കാരണം ഡാൻ സൂചിപ്പിച്ചതുപോലെ ഈ വിഷയത്തിൽ ഒരു വിഭാഗത്തെ സംബന്ധിച്ച് വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ്. എന്നാൽ മറ്റൊരു വിഭാഗത്തെ സംബന്ധിച്ച് അന്ധവിശ്വാസമായി വേണമെങ്കിൽ തോന്നാം, അല്ലെങ്കിൽ കിട്ടുകഥയായി തോന്നാം. പക്ഷേ ഈ ഒരു ഗോപൻ സ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ല എന്ന് കണ്ടെത്തുകയും
ഇത് വലിയ മഹാസമാധിയായി മാറ്റുകയും ചെയ്യുന്നതോടെ ഈ ഗോപൻ സ്വാമിയെ ഒരു ചരിത്ര പുരുഷനാക്കുക എന്നൊരു നീക്കം, അല്ലെങ്കിൽ വിശ്വാസപരമായി ഹൈന്ദവ വിശ്വാസത്തിൻ്റെ ഭാഗമായി ഒരു ചരിത്ര പുരുഷനാക്കി മാറ്റുക എന്നൊരു നീക്കം സ്വാഭാവികമായും ഇതേ തുടർന്നുണ്ടാകില്ലേ? അങ്ങനെ അവർ ചെയ്താൽ അതിനെ എങ്ങനെ കുറ്റം പറയാൻ കഴിയും എന്നതാണ് ഞങ്ങൾ ഇത്രയധികം നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൽ ഈ ഉയർന്നു വന്ന വിമർശനങ്ങൾക്ക്, ആരോപണങ്ങൾക്ക്, വിവാദങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട്. അങ്ങനെ ഒരാഴ്ച സംശയത്തിന്റെ നിഴലിൽ നിന്നവർ അതിനപ്പുറം ഇതിൽ അസ്വാഭാവികമായി ഒന്നുമില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഭാഗത്ത് നിന്ന് അത്തരം പ്രതികരണമുണ്ടാകും. അങ്ങനെ ഒരു മഹാസമാധിയാക്കി അവർ അതിനെ പിന്നീട് മാറ്റിയില്ലെങ്കിലേ ഉള്ള അത്ഭുതം. അതിനവർക്ക് പിന്തുണയുമായി മറ്റ് സംഘടനകൾ രംഗത്തെത്തുന്നു. തീർച്ചയായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സമീപനം ഉണ്ടായി എന്ന ചോദ്യം ഉയരാൻ പോകുന്നു. ഒരുപക്ഷെ നാളെ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെ സഭാ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. നിയമസഭയിൽ ഈ വിഷയം ഉന്നയിക്കപ്പെടുന്ന സാഹചര്യം വരെ ഉണ്ടായേക്കാം, തള്ളിക്കളയാനാവില്ല. കാരണം അങ്ങനെയാണ് നമ്മുടെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ. അപ്പോൾ ഈ എന്തുകൊണ്ടാണ്, അതായത് ഇങ്ങനെയുള്ള ഒരു നീക്കത്തിലേക്ക് കടക്കുമ്പോൾ ഞാൻ അത് തന്നെയാണ് ആദ്യം സൂചിപ്പിച്ചത്. ഒരുപക്ഷെ ഇവിടെ ഏറ്റവും ആശ്വാസം നേരിടുന്നത് ഈ കുടുംബത്തെക്കാളേറെ ഈ ജില്ലാ ഭരണകൂടം തന്നെയായിരിക്കും. കാരണം അവർ ഏതെങ്കിലും ചടലമായ ഒരു നീക്കങ്ങൾ ലഭിച്ച പരാതിയിന്മേൽ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയിരുന്നെങ്കിൽ കൈവിട്ടു പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് ഇവിടെ കാര്യങ്ങൾ എത്തുമായിരുന്നു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം അത് നേരിൽ കണ്ടതാണ്. കാരണം നേർക്കുനേർ പോർവിളികളുമായി വിവിധ സംഘടനകൾ ഈ മതിലിനപ്പുറവും ഇപ്പുറവും നിന്ന് പരസ്പരം പോർവിളിക്കുകയും അവരെ പിന്തിരിപ്പിക്കാനായി നന്നായി പ്രയാസപ്പെട്ടുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അതിന് നടുവിൽ നിൽക്കുന്നതൊക്കെ കണ്ടതാണ്. പക്ഷേ അന്ന് ജില്ലാ കളക്ടർ എടുത്ത ഒരു തീരുമാനം, അതായത് ഇപ്പോൾ ഈ നടപടിയിലേക്ക് കടക്കേണ്ടതില്ല, തൽക്കാലത്തേക്ക് കോടതിയെ സമീപിക്കാനാണ് കുടുംബത്തിന്റെ തീരുമാനമെങ്കിൽ അതിനൊരു സമയപരിധി കുടുംബത്തിന് നൽകുക. ആ സമയപരിധിക്കകത്ത് കോടതിയെ സമീപിക്കുന്നില്ല എങ്കിൽ മാത്രം ഈ നടപടികളുമായി നമുക്ക് മുമ്പോട്ട് പോകാം. ഇങ്ങനെ തീരുമാനത്തിലേക്ക് ജില്ലാ കളക്ടറും സബ് കളക്ടറും ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥരും പോലീസ് ഉദ്യോഗസ്ഥരും എത്തുകയായിരുന്നു. ഒരുപക്ഷെ ആ തീരുമാനമാണ് ഈ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ സംഭവങ്ങളിൽ ഇങ്ങനെ സമാധാനപരമായി അവസാനിക്കുന്ന തരത്തിൽ, ഭാഗികമായെങ്കിലും സമാധാനപരമായി അവസാനിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. പക്ഷേ നാളെ വൈകുന്നേരം മഹാസമാധിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ മൃതദേഹം ഇവിടേക്ക് എത്തിക്കുന്നുവെന്ന് പറയുന്ന സമയത്ത് എല്ലാ സംഘടനകളും ഈ കുടുംബത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയ എല്ലാ സംഘടനകളും വീണ്ടും അതേ പിന്തുണയുമായി നാളെ രംഗത്തെത്തും. അപ്പോൾ ഈ പറയുന്ന ഒരു സാഹചര്യം ആയിരിക്കുകയില്ല ഇവിടെ. അവിടെ ഏത് തരത്തിലായിരിക്കും ആ പ്രതികരണങ്ങളൊക്കെ ഉണ്ടാകുക എന്നത് നാളെ മാത്രമേ അറിയാൻ കഴിയൂ. ഡാൻ, ഇതോടൊപ്പം അറിയേണ്ടത് ഈ നേരത്തെ ഗോപൻ സ്വാമിയുടെ മകൻ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ഈ ആരോപണം, കുടുംബത്തെ സംശയനിലയിൽ നിർത്തിയ ഈ ആരോപണത്തിനെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുമെന്ന് കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഡാൻ ഈ തുടക്കത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ചിരുന്നു. മാത്രമല്ല, ഡാൻ ചൂണ്ടിക്കാണിച്ചൊരു കാര്യമുണ്ട്. കുടുംബത്തിൻ്റെ ഭാഗത്തുണ്ടായ പ്രധാനപ്പെട്ട വീഴ്ചത്തിലും ഒരു മരണമുണ്ടായി. അതേ തുടർന്ന് അവർ ഒരു പഞ്ചായത്ത് മെമ്പറെയോ അല്ലെങ്കിൽ മറ്റ് പ്രാദേശിക ഭരണകൂടത്തെയോ ഇത് അറിയിച്ചില്ല എന്നതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം. പക്ഷെ അവിടെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമായിരുന്നു. അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു താൻ സമാധിയാകാൻ പോകുന്നു, ആരെയും അറിയിക്കരുതെന്ന് പറഞ്ഞു. അത് വസ്തുതയാണെങ്കിൽ ഈ കുടുംബത്തെ കുറ്റം പറയാൻ കഴിയില്ല. ഇനി മറിച്ച് ഇതൊക്കെ കെട്ടുകഥകളാകാം. അങ്ങനെ പല സംശയങ്ങളും സ്വാഭാവികമായും ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. എങ്കിൽ പോലും നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ കുടുംബത്തിൻ്റെ ഭാഗത്ത് അങ്ങനെ ഒരു വലിയ രീതിയിലുള്ള വീഴ്ച ഉണ്ടായിട്ടില്ല എന്നാണ് വിഷ്ണുപുരം ചന്ദ്രശേഖരൻ നേരത്തെ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് വലിയ വിദ്യാഭ്യാസമില്ലാത്തവരാണ്, ഇതുപോലുള്ള നിയമപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായൊരു പരിജ്ഞാനമില്ലാത്തവരാണ്. അങ്ങനെ ഇതിനെ കണ്ടാൽ മതിയോടാൻ നമ്മുടെ ഭരണ സംവിധാനങ്ങളും അതോടൊപ്പം സാമൂഹ്യ സംവിധാനങ്ങളും നിലനിൽക്കുന്നത് വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലല്ല, നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തന്നെയാണ് ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോകുന്ന ഒരു ഭരണകൂടത്തിന് നിയമപ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ഒരു കാര്യം മുമ്പിലേക്ക് വെക്കുമ്പോൾ അതിനെ വിശ്വാസത്തിന്റെ കണ്ണിലൂടെ നോക്കിക്കാണാനാവില്ല. പ്രയോറിറ്റി കൊടുക്കുന്നത് നിയമത്തിന് തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് വിശ്വാസത്തെ വിശ്വാസമായി തന്നെ അംഗീകരിച്ചുകൊണ്ട് ഈ സമാധി സ്ഥലം പൊളിച്ച് പരിശോധിക്കേണ്ടതിന്റെ നിയമപരമായ അനിവാര്യത അവർക്ക് കുടുംബത്തെ ബോധ്യപ്പെടുത്തേണ്ടി വന്നത്. കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ അല്പം കൂടി ഒരു ദീർഘവീക്ഷണത്തോടെയുള്ളൊരു സമീപനമായിരുന്നു ആദ്യം ഉണ്ടായിരുന്നതെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വിവാദങ്ങൾക്കും ഇടം വരില്ലായിരുന്നു. അവരുടെ ഭാഗത്തെ ന്യായം എന്താണെന്ന് ബോധ്യപ്പെടുത്താൻ, പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താൻ അവർക്ക് ആദ്യഘട്ടത്തിൽ കഴിഞ്ഞിരുന്നെങ്കിൽ പിന്നീട് അങ്ങോട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകത്തുമില്ലായിരുന്നു. പിന്നീട് അത് കൈകാര്യം ചെയ്ത രീതികൾ, അത് വിലയിരുത്തിയ അഭിപ്രായങ്ങൾ, അതൊക്കെ ഓരോ വ്യക്തി കേന്ദ്രീകൃതമാണ്. അതിൽ നമുക്ക് അഭിപ്രായം പറയുക വയ്യ. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഇത്രയും കാര്യങ്ങൾ യാഥാർത്ഥ്യമാണ്. അവരങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് കൈപ്പറ്റിയില്ലായിരുന്നു.
അങ്ങനെ അവർ ആരെയും ഈ മരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി ഡോക്ടറെയോ അല്ലെങ്കിൽ ഈ മരണം സംഭവിച്ചു എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടി ഡോക്ടറുടെ സേവനമോ ഒന്നും അവർക്ക് അവിടെ ലഭ്യമായിട്ടില്ല. അതുതന്നെയാണ് ഇങ്ങനൊരു വലിയ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത്. എന്തായാലും ഒരാഴ്ചയ്ക്ക് അപ്പുറത്താണെങ്കിലും വിവാദങ്ങൾ തൽക്കാലത്തേക്കെങ്കിലും കെട്ടടക്കുകയാണ്. അന്തിമമായ റിപ്പോർട്ട് വരാനിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ മാത്രമേ കൃത്യമായ വിവരങ്ങൾ പുറത്തു വരികയുമുള്ളൂ. അരുൺ എന്നോടൊപ്പം തുടരുന്നുണ്ട്. അരുൺ, ഈ കഴിഞ്ഞ കുറച്ചധിക ദിവസങ്ങളെ ഈ നാടിങ്ങനെ കണ്ടിട്ടില്ല. ഇത്രയധികം പോലീസ് ഉദ്യോഗസ്ഥർ ഇവിടേക്ക് വരുന്ന വഴികളിൽ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ഹൈന്ദവ സംഘടനകളൊക്കെ നാളെ ഇവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ നിമിഷത്തിൽ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഹിന്ദു ഐക്യവേദി ഉൾപ്പെടെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അതെ, തീർച്ചയായും ശശികല ടീച്ചർ ഉൾപ്പെടെയുള്ളവർ ആശുപത്രിയിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പം കിട്ടുന്ന വിവരം. അത് എന്തായാലും നാളെ ഹിന്ദു ഐക്യവേദി ഈ വിഷയത്തിൽ ഏറ്റെടുത്തിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് ഈ നിമിഷം പങ്കുവയ്ക്കാൻ കിട്ടുന്ന ഒരു വസ്തുത എന്നുള്ളതാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഈ മഹാസമാധി നടക്കും, പക്ഷേ അത്ര സമാധാനപരമായിരിക്കില്ല ഒരു പക്ഷേ നാളത്തെ സാഹചര്യങ്ങൾ. കാരണം കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായ ഒരു പശ്ചാത്തലം നമ്മൾ നേരിൽ കണ്ടതാണ് കഴിഞ്ഞ ദിവസങ്ങളിലേക്ക്. തീർച്ചയായും, കാരണം ഈ പറയുന്ന വിഷയം എന്തായാലും അത് ഗൗരവത്തോടെ അവർ ഏറ്റെടുത്തിട്ടുണ്ട്. ഈ പറയുന്ന മഹാസമാധി എന്ന രീതിയിൽ തന്നെ അവർ മുന്നോട്ട് വരാനുള്ള ഈ വിശ്വാസത്തെ വ്രണപ്പെടുത്തി എന്ന തരത്തിലുള്ള ഒരു പരാമർശങ്ങൾ അത് ഇതിനോടകം വന്നു കഴിഞ്ഞു. അവരങ്ങനെയാണ് പറയുന്നത്. അവരുടെ വിശ്വാസം വ്രണപ്പെടുത്തി സമാധി ഇരിക്കണമെന്ന ഒരു മനുഷ്യന്റെ ഏറെ വർഷങ്ങളായുള്ള ആഗ്രഹത്തെ വ്രണപ്പെടുത്തുന്ന ഒരു സമീപനമുണ്ടായി. അതിൽ നിയമ നടപടിക്ക് ഒരുങ്ങും എന്ന തരത്തിലുള്ള പരാമർശങ്ങളൊക്കെയാണ് വരുന്നത്. നമുക്ക് ആദ്യ ഘട്ടങ്ങളിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. ആദ്യം ഹിന്ദു ഐക്യവേദി ഈ പറയുന്ന അല്ലെങ്കിൽ ഹിന്ദു സംഘടനകൾ ആദ്യമേ ഈ എതിർപ്പിന് ഈ പൊളിക്കാൻ വേണ്ടിയുള്ള എതിർപ്പിലല്ല നിന്നത്. അവരുടെ വിഷയം ഈ പറയുന്ന നോട്ടീസ് ഉൾപ്പെടെ നൽകിയില്ല എന്നുള്ള ഒരു നിലപാടിലാണ്. ഒരുവിധ മാനദണ്ഡങ്ങളില്ലാതെ അവരുടെ ഒരു നിർദ്ദേശമില്ലാതെ പൊളിക്കാൻ വന്നു എന്നുള്ളതായിരുന്നു അവരുടെ വാദം. അത് കോടതിയെ സമീപിച്ചു. കോടതി അതിനൊരു ശക്തമായ ഒരു നിലപാട് വന്നപ്പോൾ അതിനോട് അവർ പിന്മാറി നിൽക്കുകയായിരുന്നു. എന്നാൽ അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസിനോട് ഉൾപ്പെടെ സഹകരിച്ചു, ജില്ലാ ഭരണത്തോടൊപ്പം സഹകരിച്ചു, കുടുംബത്തിനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചു. ഒരു പരിധിവരെ അവർ പറഞ്ഞതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കാം ഇന്ന് പോലീസിന്റെ ആ ശ്രമകരമായ പറയാതിരിക്കാൻ വയ്യ അല്ലേ? കാരണം അവരുടെ ആ ശ്രമകരമായ ദൗത്യം വിജയം കണ്ടതിനൊക്കെ പിന്നിലായിരിക്കാം. പക്ഷേ ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് ഈ പറയുന്ന ആന്തരികങ്ങളുടെ ഉൾപ്പെടെയുള്ള പരിശോധനകൾ വരാനിരിക്കുന്നുവെങ്കിലും ആദ്യഘട്ടത്തിൽ ഇതിപ്പോൾ സമാധി, അവർ പറയുന്ന സമാധി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ സ്വാഭാവികമായും ആ നിലപാടിൽ തന്നെ അവരത് കൈകാര്യം ചെയ്യുമെന്നുള്ളത് മാത്രമാണ് നമുക്ക് എടുത്തു പറയാൻ കഴിയുന്നത്. അതായത് ഒരു സ്വാഭാവിക മരണമാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന പ്രാഥമികമായി നടത്തിയ ഇൻക്വസ്റ്റ് നടപടികളിലൂടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം എത്തിച്ച് നടത്തിയ പ്രാഥമിക പരിശോധനകളിലൂടെ അങ്ങനെയൊരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇനി അദ്ദേഹം ഏത് തരത്തിലായിരുന്നു അദ്ദേഹത്തെ സമാധി ഇരുത്തണമെന്ന് ആഗ്രഹിച്ചത്, അതേ തരത്തിൽ മഹാസമാധിയായി അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നാളെ നടത്തും എന്ന കാര്യമാണ് വിവിധ. തീർച്ചയായും ഈ ഒരു സംഭവത്തിൽ വലിയ രീതിയിലുള്ള പുകമറ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. എന്താണ് സംഭവിച്ചതെന്ന് പൊതുസമൂഹത്തിന് അറിയേണ്ടിയിരുന്നു. മാധ്യമങ്ങളും ഇക്കാര്യത്തിലാണ് അന്വേഷണം നടത്തിയത്. പക്ഷേ ചില മാധ്യമങ്ങൾ ഈ സംഭവത്തെ വലിയ രീതിയിൽ ആക്ഷേപിച്ചു, കുടുംബത്തെ ആക്ഷേപിച്ചു. ഈ സമാധി സർട്ടിഫിക്കറ്റ് എവിടെയാണ്, എന്തിയെ എന്നൊക്കെ കുടുംബത്തോട് ചോദിച്ചു എന്നൊക്കെയുള്ള ആരോപണങ്ങളാണ് വരുന്നത്. അത്തരമൊരു ആക്ഷേപം ചില മാധ്യമങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു ഇവർക്കെതിരെ. അത്തരമുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് ചോദ്യങ്ങൾ ചോദിക്കുന്ന വ്യക്തികളുടെ അവധാരണ അനുസരിച്ചാണ് ഏത് ചോദ്യം ചോദിക്കണം, എങ്ങനെ ചോദിക്കണം എന്ന കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കുന്നത്. അത് അവരുടെ സ്വാതന്ത്ര്യം, അതിന് എന്ത് ഉത്തരം പറയണമെന്നുള്ളത് പറയുന്നവരുടെ സ്വാതന്ത്ര്യം. അതിൽ ഒന്നും അഭിപ്രായം പറയാൻ നമ്മൾ ആളുകളല്ല. നമുക്ക് അങ്ങനെ ഇത്തരം ഗൗരവതരമായ അല്ലെങ്കിൽ വൈകാരികത നിറഞ്ഞു നിൽക്കുന്ന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട് എന്നൊരു മുന്നറിയിപ്പ് നമുക്ക് മുന്നിലൂടെ എത്തുകയാണ് ഇത്തരം സംഭവങ്ങളുടെ. അതിനപ്പുറത്തേക്ക് അതിൽ മറ്റ് പരാമർശങ്ങളൊന്നും നടത്തുന്നത് ഉചിതമാണെന്ന് എനിക്ക് തോന്നുന്നുമില്ല. കാരണം അങ്ങനെയായിരുന്നു ഇവിടുത്തെ സാഹചര്യങ്ങൾ. അത് നമുക്ക് വിശ്വാസമില്ല എന്ന് കണ്ട് മറ്റൊരാളുടെ വിശ്വാസം ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ വിശ്വാസം എത്രയും പ്രധാനപ്പെട്ടതാണോ അതുപോലെ തന്നെ മറ്റൊരാൾക്ക് അവരുടെ വിശ്വാസം അതുപോലെ പ്രധാനപ്പെട്ടതായിരിക്കും. അതിനെ പരസ്പര ബഹുമാനത്തോടെ മുമ്പോട്ട് പോവുക എന്നത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ മുൻപ് മറ്റൊരു പേരിലായിരുന്നു വിശ്വാസമോ അന്ധവിശ്വാസമോ ആയിക്കോട്ടെ, പക്ഷേ ആ കുടുംബം വലിയ രീതിയിൽ ആക്ഷേപം നേരിട്ടു എന്നാണ് അവർ തന്നെ പറയുന്നത്. നിയമ നടപടി സ്വീകരിക്കുമെന്നാണ് പറയുന്നത്. നേരത്തെ ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ഗോപൻ സ്വാമിയുടെ മകനും ഹൈന്ദവ സംഘടനാ നേതാക്കളും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ വാക്കുകളിലേക്ക് ഒരിക്കൽ കൂടി. സമാധാനപരമായിട്ട് പോകുന്ന ഈ ശിവന്റെ അമ്പലത്തിൽ എന്റെ അച്ഛൻ സമാധിയായി, മഹാസമാധിയാണ്. ശരിയായി വരുന്നു എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അതെ 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 അതെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഹിന്ദു ആചാരത്തെ വ്രണപ്പെടുത്തിയ ഇതിൽ ആരൊക്കെയുണ്ടോ അവരുടെ പേരിനെല്ലാം നിയമ നടപടികൾ എടുത്തേ പറ്റൂ.
അവിടെ പറഞ്ഞത് ഇപ്പോഴ് സ്വാഭാവിക മരണമെന്നാണ് അവിടെ കണ്ടെത്തിയിരിക്കുന്നത്. അത് നേരത്തെ ഈ മകൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ കണ്ടെത്തിയിട്ടുള്ളത്. ഇനി ഇവിടുന്ന് ഏറ്റുവാങ്ങിയിട്ട് നിംസിൽ വയ്ക്കും. നാളെ 3-നും 4-നും ഇടയ്ക്ക് എല്ലാ മഠാധിപതിമാരുടെയൊക്കെ സാന്നിധ്യത്തിൽ ഒരു മഹാസമാധി ആണ് തീരുമാനിച്ചിരിക്കുന്നത്. വലിയ ചടങ്ങാണ്. ആചാരപ്രകാരം ഒരു സാധുവിന് കിട്ടിയ അവഹേളന ഈ ജനസമൂഹം ഒന്നിച്ച് ഏറ്റുവാങ്ങി അത് അദ്ദേഹത്തിന് മാന്യമായ ഒരു അംഗീകാരം കൊടുക്കുന്ന രീതിയിലുള്ള വലിയ ചടങ്ങാണ് പ്ലാൻ ചെയ്തത്. ഈ ഗോപൻ സ്വാമിയുടെ സമാധി അതേ ഒരു മഹാസമാധിയായിരുന്നു നടന്നത്. ആ സമാധിയെ മനഃപൂർവ്വം ചില ആൾക്കാര്, സങ്കുചിത വിഭാഗക്കാര് അതിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇത് ഏറ്റവും വലിയ മഹാസമാധിയായിരുന്നു. തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15-കാരൻ അടിച്ചു കൊലപ്പെടുത്തിയൊരു വാർത്ത കൂടിയുണ്ട്. വിശദമായി പരിശോധിക്കാം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. തൃശൂർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15-കാരൻ അടിച്ചു കൊലപ്പെടുത്തി. UP സ്വദേശി അങ്കിതാണ് ചുറ്റിക കൊണ്ട് അടിയേറ്റ് മരിച്ചത്. സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം പരിശോധിക്കുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം കേസിന്റെ തുടർ നടപടികൾ നടക്കുമെന്ന് കമ്മീഷണർ R. ഇളങ്കോ അറിയിച്ചു. കെയർടേക്കർമാർ 2 പേര് ഈ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷേ അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അന്വേഷണത്തിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം വന്നതിന് ശേഷം അവർക്കെതിരെ നടപടി വേണമെന്നുള്ളത് അതിൽ തീരുമാനിക്കും. ഇതിലിപ്പം പ്രതിയായിട്ടുള്ള കുട്ടിയും പ്രായപൂർത്തിയാകാതെ കുട്ടിയായതുകൊണ്ട് ജുവനൈൽ ജസ്റ്റിസ് നിയമപ്രകാരം നടപടികൾ ചെയ്തു വരുന്നുണ്ട്. എന്നാലും ഒരു കൊലപാതക കേസിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ തന്നെ അതിൻ്റെ തെളിവെടുപ്പും കാര്യങ്ങളും അതിനു വേണ്ടിയുള്ള സീൻ ഗാർഡ് ചെയ്തിട്ടുണ്ട്. ഇനി സയൻറ്റിഫിക് ആയിട്ടുള്ള പരിശോധനകളും ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് മുന്നോട്ട് പോകും. ഇതിനകത്ത് വീഴ്ച എന്തെങ്കിലും സ്വാഭാവികമായിട്ട് ഇവരെ കുട്ടികളോടൊപ്പം കെയർടേക്കർമാരുണ്ടാവണമല്ലോ, അവരൊപ്പം കുട്ടികളോടൊപ്പം 24 മണിക്കൂറും ഓരോ കുട്ടിക്കും ഓരോ കെയർടേക്കറിൻ്റെ രീതിയിൽ ഉണ്ടാകുന്നുണ്ട് എന്നല്ല നാം ഉദ്ദേശിക്കുന്നത്. കെയർടേക്കറിൻ്റെ പ്രവർത്തനം എന്താണ്, അവരെന്താ ചെയ്തത് എന്നുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾ കുറ്റകൃത്യം ചെയ്യാൻ ലീഗലി സാധിക്കും. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. ജുവനൈൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ പോലും അതിൻ്റെ ഉത്തരവാദിത്തം ആ കുട്ടികൾക്ക് തന്നെയാണ്. അപ്പോൾ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് പറയുന്ന ആ മാനദണ്ഡങ്ങൾ പാലിച്ച് അതിൻ്റെ ശിക്ഷാ നടപടികൾ അതനുസരിച്ച് ഉണ്ടാവും എന്നല്ലാതെ ഈ കുട്ടികളിൽ നിന്ന് കെയർടേക്കറിൻ്റെ തലയിലേക്ക് ഈ ഉത്തരവാദിത്തം പൂർണ്ണമായിട്ട് ലീഗലി നമുക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. ലീഗലി നമുക്ക് ഈ കുട്ടീൻ്റെ ഉത്തരവാദിത്തം എന്താണെന്ന് അതിൻ്റെ തെളിവും ശേഖരണവും നമുക്ക് കൊണ്ടുവരും. 12 വയസ്സ് കഴിഞ്ഞ കുട്ടികൾക്ക് കുറ്റകൃത്യത്തിന്റെ ഉത്തരവാദിത്തമുണ്ട് എന്നാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ വ്യക്തമാക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും വിശദാംശങ്ങളുമായി. ആജ്ഞ, എന്താണ് അവിടെ സംഭവിച്ചത്? ടോം, ഇന്നലെ വൈകുന്നേരമാണ് ഇവർ തമ്മിൽ തർക്കമുണ്ടാകുന്നത്. അത് ഈ 17-കാരനെ കാണാൻ ഭംഗിയുണ്ടല്ലോ, നീ എന്ത് ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നതെന്ന് ചോദിച്ചു തുടങ്ങിയ ഒരു സംസാരം ചെറിയ തർക്കത്തിലേക്ക് മാറുന്നു. അത് പിന്നെ വലിയ തർക്കമാകുന്നു. ഈ 17-കാരൻ 15-കാരൻ്റെ മുഖത്തിടിക്കുന്നു. ആ ഒരു തർക്കം വളർന്ന് വലുതായതാണ് ഇന്ന് നടന്ന ഈ കൊലപാതകത്തിന് കാരണം. പ്രത്യേകിച്ചും ഇന്നലെ രാത്രി അങ്ങനെ തർക്കം നടക്കുമ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ കൂടി അത് പരിഹരിച്ച് രമ്യതയിലാക്കിയാണ് ഇരുവരും ഉറങ്ങാൻ പോയത്. പക്ഷെ ഇന്ന് രാവിലെ ഉണർന്നപ്പോൾ ഈ 15-കാരൻ, അതായത് കൊലപാതകത്തിൽ പ്രതിയായ കുട്ടി, അവൻ പല്ല് തേച്ചുകൊണ്ടിരുന്നപ്പോൾ ഇവന് ഇന്നലെ കിട്ടിയ ഇടിയുടെ നോവ് അസഹനീയമായി തോന്നി. അതിനുശേഷമാണ് അതിൽ പ്രകോപിതനായാണ് എന്നെ മുഖത്തിടിച്ചവൻ എവിടെ എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടാണ് ഈ ഓഫീസിൽ സൂക്ഷിച്ചിരുന്ന ചുറ്റിക എടുത്തുകൊണ്ട് ഈ അങ്കിത് എന്ന് പറയുന്ന മരിച്ച കുട്ടിയുടെ തലയ്ക്ക് അടിച്ചത്. അവൻ ഉറങ്ങുകയായിരുന്നു. ആ സമയത്ത് രാവിലെ ഏകദേശം 6:30 മണിയോട് കൂടിയാണ് കുറ്റകൃത്യം നടന്നിട്ടുള്ളത്. എന്തായാലും ഇന്നലെ രാത്രി രമ്യതയോട് കൂടി പോയിരുന്ന ഒരു പ്രശ്നം തന്നെയായിരുന്നു. വളരെ ചെറിയൊരു പ്രശ്നമായിരുന്നു കുട്ടിയെ ഇങ്ങനെ ഒരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്കിത UP സ്വദേശിയാണ്. ഇവിടെ ഇരിങ്ങാലക്കുടയിലാണ് കുറെ വർഷമായി കുടുംബം തന്നെ താമസിക്കുന്നത്. 2023 മുതൽ ഈ ചിൽഡ്രൻസ് ഹോമിൽ അന്തേവാസിയുമാണ്. അതേസമയം പ്രതിയായ കുട്ടി 1 മാസമേ ആയിട്ടുള്ളൂ ഇവിടെ എത്തിയിട്ട്. ഇവർ തമ്മിൽ നേരത്തെ ഇത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ് വിലയിരുത്തൽ. മാത്രമല്ല ഈ പ്രതിയായ കുട്ടി ഇത്തരം പ്രശ്നക്കാരനായിരുന്നു എന്നുള്ള തരത്തിലുള്ള വിലയിരുത്തലുകളൊന്നുമില്ല. അങ്ങനെ ആരും അസസ് ചെയ്യുന്നുമില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ 12 വയസ്സിന് മേലെയുള്ള കുട്ടിയാണ്, 15 വയസ്സുണ്ട്. അതുകൊണ്ട് തന്നെ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള എല്ലാ ശിക്ഷാ നിയമങ്ങളും ശിക്ഷയും ഇവന്
അനുഭവിക്കേണ്ടി വരും എന്ന് തന്നെയാണ്. അങ്ങനെയാണ് നിയമം. 12 വയസ്സുള്ള ഒരു കുട്ടിയെ കുറ്റം ചെയ്താൽ അതിന്റെ ശിക്ഷയുടെ ഉത്തരവാദിത്വം പൂർണ്ണമായി അവനായിരിക്കും. പക്ഷേ കെയർടേക്കർമാരുണ്ടായിരുന്നു, അവരേത് തരത്തിലായിരുന്നു ആക്ട് ചെയ്തിരുന്നത്, അവരുടെ ഉത്തരവാദിത്വം കൂടി ഞാൻ പരിശോധിക്കും. എന്നാൽ പോലും ശിക്ഷാ നടപടികൾ ഇളവ് ലഭിക്കുന്നതിലോ അല്ലെങ്കിൽ ഈ കുട്ടികൾ കുറ്റം ചെയ്തതിലേക്കോ ഒന്നും ഇവരുടെ ഉത്തരവാദിത്വം നയിക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അങ്കിത്തിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ വരേണ്ടതുണ്ട്. പോസ്റ്റ്മോർട്ടത്തിനായി തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. രാവിലെ അങ്കിത്തിന് ഇതുപോലെ ചുറ്റിക കൊണ്ട് അടിയേറ്റ സമയത്തും മാരകമായ അടിയായിരുന്നു. ആ സമയത്ത് തന്നെ അങ്കിത് ബോധരഹിതനായി വീഴുകയും ആശുപത്രിയിലേക്ക് തൃശൂർ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തിരുന്നെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഈ ഒരു സാഹചര്യത്തിൽ തന്നെയാണ്. അതുപോലെ കമ്മീഷണറും ഈ വിഷയത്തിൽ ഇങ്ങനെ തന്നെയാണ്. ജുവനൽ ജസ്റ്റിസ് ആക്ട് പ്രകാരമുള്ള എല്ലാ ശിക്ഷാ നടപടികളും അനുഭവിച്ചേ മതിയാകൂ. അതാണ് ഈ 15-കാരന്റെ നേരെ അതാണ് 15-കാരന്റെ നേരെ ഉപയോഗപ്പെടുത്താൻ പോകുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ 17-കാരനും രണ്ടുപേരും പ്രായപൂർത്തിയാകാത്ത ആളുകളാണ്. വ്യക്തമാണ്. ആജ്ഞാ രവീന്ദ്രനാണ് തൃശ്ശൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. തൃശ്ശൂർ ചിൽഡ്രൻസ് ഹോമിൽ 17-കാരനെ 15-കാരൻ അടിച്ച് കൊലപ്പെടുത്തിയ സംഭവം ഇന്ന് രാവിലെയാണ് പുറത്തു വന്ന സംഭവത്തിൽ ചിൽഡ്രൻസ് ഹോമിലെ കെയർടേക്കർമാർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും പരിശോധിക്കേണ്ടതാണ്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.